സാർ എപ്പോഴും എന്നോട് പറയാറുള്ള ഒരു കാര്യമാണ് ഓൺലൈൻ മീറ്റിംഗ് എടുക്കുന്നത്. അപ്പം എൻ്റെ എല്ലാ ലീഡേഴ്സിനെയും ഞാൻ ഈ സമയത്ത് കൃതജ്ഞതയോടെ ഓർക്കുകയാണ്. എല്ലാവർക്കും ഞാൻ നന്ദി പറയുകയാണ്. ഒപ്പം എന്നെ കേൾക്കാൻ വന്നിരിക്കുന്ന എല്ലാ പുത്തൻ കൂട്ടുകാരെയും ഞാൻ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ, ഒരിക്കൽ കൂടി എല്ലാവർക്കും ഗുഡ് മോർണിംഗ് പറയുന്നു. ഗുഡ് മോർണിംഗ്. അപ്പോഴേ ഇന്ന് ശരിക്കും പറഞ്ഞ 2025 തുടക്കം അല്ലേ? ആദ്യത്തെ MHM ആണ് ഞാൻ എടുക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ വളരെ സന്തോഷത്തിലാണ് ഞാൻ. ഒപ്പം തന്നെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ പുത്തൻ കൂട്ടുകാരോടാണ്. ശരിക്കും ഞാൻ പുത്തൻ കൂട്ടുകാരെയാണ് ഇന്ന് ഫോക്കസ് ചെയ്ത് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത് തന്നെ. അപ്പോൾ പുത്തൻ കൂട്ടുകാരോട് പറയാനുള്ളത്, ഞാനൊരു വീട്ടമ്മയായിരുന്നു, വിശേഷിച്ച് ഒരു ഗൾഫുകാരന്റെ ഭാര്യയായിരുന്നു, ദുബായിക്കാരന്റെ ഭാര്യയായിരുന്നു. പക്ഷേ 2011 എൻ്റെ ഹസ്ബൻഡ് നാട്ടിലേക്ക് വരുന്ന സമയത്ത് ഒരു കൂമ്പാരം ആരോഗ്യ പ്രശ്നങ്ങളുമായിട്ടാണ് നാട്ടിലേക്ക് വന്നത്. ആ സമയത്ത് എൻ്റെ സ്വന്തം ബ്രദറാണ് എന്നോട് ഈ ഒരു പ്രോഡക്റ്റിനെ പറ്റി പരിചയപ്പെടുത്തി തന്നത്. പക്ഷേ അപ്പോഴൊക്കെ ഞാൻ ശരിക്കും മനസ്സോടെ എന്ന് പറഞ്ഞാൽ ഉഡായിപ്പ്, തട്ടിപ്പ്, ഇങ്ങനെയൊക്കെയുള്ള ഒരു കൺസെപ്റ്റ് ആയിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ എൻ്റെ ആങ്ങളെ എന്നെ വിടാതെ എന്നെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു. അവസാനം ഞാൻ DXNലേക്ക് ജോയിൻ ചെയ്തു. ഇന്ന് 13 വർഷമാവുന്നു ഞാൻ DXNൽ എത്തിപ്പെട്ടിട്ട്. 2011 ഞാൻ DXNലേക്ക് വന്നത് ശരിക്കും എൻ്റെ ഇക്കയുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വേണ്ടിയായിരുന്നു. ആ പ്രശ്നങ്ങളെ എങ്ങനെ പരിഹരിക്കാം എന്നുള്ള ഒറ്റ ചിന്ത മാത്രമേ ഉള്ളായിരുന്നു. കാരണം എല്ലാവരും ചെയ്യുന്നത് പോലെ അദ്ദേഹം നാട്ടിലേക്ക് വന്നപ്പോൾ ഞാൻ നേരെ കൊണ്ടുപോയത് അമൃതയിലേക്കാണ്. അന്ന് അവിടുത്തെ ഡോക്ടേഴ്സ് പറയുന്നത് കേട്ടിട്ട് ശരിക്കും ഞെട്ടിപ്പോയ കുറെ കാര്യങ്ങളുണ്ടായിരുന്നു. മറ്റൊന്നുമല്ല, ഒന്ന് അദ്ദേഹത്തിന്റെ മുട്ട് മാറ്റി വെക്കണമെന്ന് പറഞ്ഞു, അതുപോലെ തന്നെ ലിവറിന് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ കുറേ പ്രശ്നങ്ങളുടെ ഒരു കൂമ്പാരം ഞാൻ അഴിച്ചുവിട്ടാൽ ഒത്തിരി കാണും. അപ്പൊ അതുകൊണ്ട് ഞാൻ അതിനെ ചുരുക്കി പറയുകയാണ്. അപ്പൊ ഒത്തിരി പ്രശ്നങ്ങളുടെ നടുവിൽ നിന്നിട്ടാണ് ഞാൻ നമ്മുടെ പ്രോഡക്റ്റിലേക്ക് തിരിയുന്നത്. അങ്ങനെ എന്നെ ഒരാൾ ഉന്തി തള്ളി ഒന്നും വിട്ടതോ ഒരാൾ വിളിച്ചു കൊണ്ടുവന്നതോ ഒന്നുമല്ല. എൻ്റെ സ്വന്തം ആങ്ങളയുടെ നിർബന്ധ പ്രകാരമാണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കാനായിട്ട് ചവറയിലെ ഷോപ്പ് പോയിന്റ് ആണ് എനിക്ക് പരിചയപ്പെടുത്തി തന്നത്. അങ്ങനെ അവിടേക്ക് പോകുന്ന സമയത്ത് സാറിനെ വിളിച്ചു. ഞാൻ അവിടെ ചെന്നു. പക്ഷെ അവിടെ ചെന്നപ്പോൾ എനിക്ക് സാറിനെ കാണാൻ പറ്റിയില്ല. മറിച്ച് വാതിലിൽ നിന്ന എൻ്റെ സ്പോൺസറായിരുന്ന ഉഷ സുഗതൻ മാഡത്തിനെയാണ് എനിക്ക് പരിചയപ്പെടാൻ പറ്റിയത്. അദ്ദേഹമായിരുന്നു പിന്നെ എന്നെ സ്പോൺസർഷിപ്പ് തന്ന് എന്നെ DXNലേക്ക് കൊണ്ടുവന്ന ഒരു വ്യക്തി. അങ്ങനെ ഞങ്ങൾ പ്രോഡക്റ്റുകളെല്ലാം ഉപയോഗിക്കാൻ തുടങ്ങി. അവിടെ നമ്മുടെ റഹീം സാറായിരുന്നു എൻ്റെ ഫോം ഫില്ല് ചെയ്ത് തന്നതും. സാറ് നിർദ്ദേശിച്ച പ്രകാരം എല്ലാ പ്രോഡക്ട്സുകളും അന്ന് DXNൽ എന്തെല്ലാം പ്രോഡക്റ്റ് ഉണ്ടോ ആ പ്രോഡക്റ്റുകളെല്ലാം വാങ്ങിക്കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊരു പ്രസ്ഥാനത്തിലേക്ക് വരുന്നത്. മനസ്സോടെ വന്നു, പ്രോഡക്റ്റ് ഉപയോഗിച്ചു. എൻ്റെ ഹസ്ബൻഡിൽ കിട്ടിയ മാറ്റങ്ങളാണ് എന്നെ ശരിക്കും പറഞ്ഞാൽ DXNിനകത്ത് പിടിച്ചു നിർത്തിയത്. കാരണം നമ്മുടെ പ്രോഡക്ട്സ് ഉപയോഗിച്ചപ്പോൾ കിട്ടിയത്, അമൃതക്കാര് പറ്റില്ല, ഒരു 6 മാസം കഴിഞ്ഞ് വന്നിട്ട് നിങ്ങൾ ബോൺ മാറ്റിയിടണം എന്ന് പറഞ്ഞ സാഹചര്യത്തിലാണ് നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ചപ്പോൾ കിട്ടിയ റിസൾട്ട് അത്രയ്ക്ക് വളരെ വലുതായിരുന്നു. ആ ഒരു സംഭവം കഴിഞ്ഞപ്പോൾ, അദ്ദേഹത്തിന് പൂർണ്ണ ആരോഗ്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ നേരെ എന്തിലേക്ക് തിരിഞ്ഞു? നമ്മുടെ DXN എന്താണെന്നറിയാൻ ആഗ്രഹിച്ചു. അങ്ങനെ എൻ്റെ ലീഡർ ആയിരുന്ന പ്രസാദ് സാറ് ദുബായ് ട്രിപ്പ് കഴിഞ്ഞ് നാട്ടിലേക്ക് വന്നിട്ട് എൻ്റെ വീട്ടിലേക്ക് വന്ന സമയമായിരുന്നു അത്. അപ്പൊ സാറിനോട് ഞാൻ അദ്ദേഹം അറിയാതെ ചോദിച്ചു, സാറേ, ഇദ്ദേഹത്തിനെ ഇനിയും ഗൾഫിലേക്ക് വിട്ടാൽ ചിലപ്പം മാരകമായ രോഗത്തിന് അടിമയായി പോകും, അതുകൊണ്ട് അത് വേണ്ട, എനിക്ക് എൻ്റെ ഭർത്താവിനെയാണ് വേണ്ടുന്നത്. സാർ എന്തോ പറയുന്നത്, ഇതുകൊണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റുമോ എന്നൊരു ചോദ്യം ചോദിച്ചപ്പോൾ അപ്പൊ സാർ എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, മക്കള് ഞാൻ പറയുന്നത് കേട്ട് എന്നോടൊപ്പം നിൽക്കുക, അങ്ങനെയുണ്ടെങ്കിൽ അവിടെ വാങ്ങുന്നതിനേക്കാൾ കൂടുതൽ വരുമാനം ഇവിടെ നേടിത്തരാം എന്ന് പറഞ്ഞപ്പോൾ സത്യം അത് എൻ്റെ തലക്കകത്തൊരു വെളിച്ചം വീണ ഒരു പ്രതീതിയായിരുന്നു. കാരണം എനിക്ക് ഹസ്ബൻഡിനെ അടുത്ത് വേണം, എൻ്റെ മക്കൾ പറക്കമുറ്റാത്ത കുട്ടികളാണ്, അവരെ വളർത്തണം, പഠിപ്പിക്കണം, ഇങ്ങനെ ഒത്തിരി ചിന്തകളുമായിട്ട് കഴിയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് നേടാൻ പറ്റാത്തതൊക്കെ എൻ്റെ മക്കളിലൂടെ നേടണം എന്നുള്ള ഒരു കാഴ്ചപ്പാടായിരുന്നു എൻ്റേത്. അവിടെ നിന്ന് അതിൻ്റെ 2 ദിവസം കഴിയുമ്പോൾ എൻ്റെ ഹസ്ബൻഡിന് എവിടേക്ക് പോകണം? ഗൾഫിലേക്ക് തിരിച്ചു പോകേണ്ടുന്ന വ്യക്തിയായിരുന്നു. പക്ഷെ അവിടെ നിന്ന് പ്രസാദ് സാറിന്റെ വാക്കിനെ മാത്രം വിശ്വസിച്ചുകൊണ്ട് ഞാൻ ആ വിസ ക്യാൻസൽ ചെയ്യിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പൊ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കുറേ ഗൾഫുകാരുടെ ഭാര്യമാർ ഈ ഒരു ഗ്രൂപ്പിലുണ്ടാകാം.
അവരോട് ഞാൻ ചോദിക്കുകയാണ്, ആ ഒരു ധൈര്യം അന്ന് എനിക്ക് തന്നത് എൻ്റെ ലീഡർ തന്നെയാണ്. ആ ലീഡറുടെ വാക്കിനെ അക്ഷരം പ്രതി ഞാൻ അന്നും ഇന്നും വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ്. വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് ഇറങ്ങി തിരിച്ചു. അദ്ദേഹത്തിനെ എൻ്റെ കൂടെ നിർത്തിക്കൊണ്ട് ഞങ്ങൾ ഒന്നിച്ച് ജൈത്രയാത്ര തുടർന്നു. അതിന്റെ ഫലമായിട്ട് എനിക്ക് കിട്ടിയ നേട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കളെ പഠിപ്പിക്കാൻ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവരെ രണ്ടുപേരെയും 2 ഭവനങ്ങളിലേക്ക് പറഞ്ഞുവിടാൻ സാധിച്ചു. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയും ഞാൻ എന്തിനു വേണ്ടി ഉപയോഗിച്ചെന്ന് ചോദിച്ചാൽ DXന്റെ വരുമാനം കൊണ്ടാണ് ഞാൻ ഉപയോഗിച്ചത്. എൻ്റെ നെഞ്ചിൽ തൊട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണത്. കാരണം അത്രമാത്രം ഞാൻ ഈ ഒരു പ്രസ്ഥാനത്തിനെ സ്നേഹിക്കുന്നുണ്ട്, ഞാൻ ഈ പ്രോഡക്റ്റുകളെ സ്നേഹിക്കുന്നുണ്ട്. അപ്പം ഇതാണ് എൻ്റെ കഥ. ഇനി ബാക്കി കാര്യങ്ങൾ ഞാൻ പിന്നീട് ഓരോന്നോരോന്നായിട്ട് പറഞ്ഞുതരാം. അപ്പം DXN എന്ന് പറയുന്ന കമ്പനി 93-ലാണ് സ്റ്റാർട്ട് ചെയ്തത്. 1993 സ്റ്റാർട്ട് ചെയ്തു. അവിടെ നിന്നും 20 രാജ്യങ്ങളിൽ എത്തിപ്പെടണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടെയാണ് നമ്മുടെ കമ്പനി സ്റ്റാർട്ട് ചെയ്തതെങ്കിൽ ഇന്ന് 180-ൽ പരം രാജ്യങ്ങൾ എത്തി നിൽക്കുന്ന ഒരു വൻ കമ്പനിയായിട്ട് മാറിയിരിക്കുകയാണ്. ലോകത്തിലെ തന്നെ നമ്പർ 1 കമ്പനിയായിട്ടാണ് നമ്മുടെ കമ്പനി മാറിയിരിക്കുന്നത്. ഡോക്ടർ ലിൻസ്യോജിനാണ് നമ്മുടെ കമ്പനിയുടെ ഫൗണ്ടർ. മലേഷ്യയാണ് നമ്മുടെ കമ്പനിയുടെ ആസ്ഥാനം. ഇന്ന് നമ്മൾ ഏതൊരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്, ആ കമ്പനി എങ്ങനെ, അല്ലേ? അല്ലെങ്കിൽ അതിന്റെ പ്രോഡക്റ്റ് ഗുണനിലവാരമുള്ളതാണോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. പക്ഷെ അവിടെ നമുക്ക് വിശ്വാസമായിട്ട് കണ്ണടച്ചുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുകയും ഒരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കമ്പനി 32 വർഷമാകുന്ന കമ്പനിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇത്രയും ജെന്യുവിലായിട്ട് ഒരു കമ്പനിയിലാണ് നമ്മൾ ഓരോരുത്തരും പ്രവർത്തിക്കുന്നതെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കുക. എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കമ്പനിയുടെ വിഷനാണ്. ഹെൽത്ത്, അതുപോലെ വെൽത്ത്, ഹാപ്പിനെസ് എന്നുള്ള ഒരു വിഷനാണ് എന്നെ ഏറ്റവും കൂടുതൽ ഇതിലേക്ക് ആകർഷിച്ച ഒരു സംഭവം. അതുപോലെ തന്നെ മറ്റൊന്നും കൂടെയുണ്ട്, ഒരു കടബാധ്യതയും ഇല്ലാത്ത ലിസ്റ്റ് ചെയ്യപ്പെട്ട കോലാലംപൂർ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട ഒരു കമ്പനിയാണ് ഇത്. DXN എന്ന് പറയുന്ന ഈ ഇന്റർനാഷണൽ കമ്പനി. 1 വേൾഡ് 1 മാർക്കറ്റിംഗ് ആണ് നമ്മളുടെ കമ്പനി. ഉൽപാദനവും വിതരണവും എല്ലാം ഒരു കുടക്കീഴിൽ തന്നെയാണ് നടത്തുന്നത്. അതുപോലെ ധാരാളം സർട്ടിഫിക്കറ്റുകൾ നേടിയ കമ്പനിയാണ്. അതുപോലെ നമ്മുടെ ഫൗണ്ടറുകൾക്കും ധാരാളം സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ കമ്പനിയെ കുറിച്ച് എനിക്ക് പറഞ്ഞു തരാനുള്ളത്. ഇന്ന് നമുക്ക് വളരെ അഭിമാനത്തോട് പറയാൻ പറ്റുന്ന ഒന്നാണ്, 8 കമ്പനികൾ നമ്മുടെ ഇന്ത്യയിൽ തന്നെയുണ്ട്. ഇന്ന് കഴിഞ്ഞ ആഴ്ചയിൽ എൻ്റെ മകൾ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞൊരു സത്യമുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മോള് കോഡിസെപ്സിന്റെ കോഫി അവിടെ നിന്ന് ഉപയോഗിക്കുന്നുണ്ട്, എല്ലാ പ്രോഡക്റ്റും അവിടെ ദുബൈയിൽ നിന്ന് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോഴ് ആ പ്രോഡക്റ്റ് വാങ്ങിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, മോളെ അത് എവിടെ നിന്ന് വന്ന കോഫിയാണെന്ന് ചോദിച്ചപ്പോൾ അവൾ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, ഉമ്മി എനിക്ക് വളരെ സന്തോഷം തോന്നി, നമ്മുടെ കമ്പനി ദുബൈയിൽ ഉൽപ്പാദിപ്പിക്കുന്ന കോഫിയാണ് ഞാൻ ഉപയോഗിക്കുന്നതെന്ന്. ഇത്രമാത്രം സന്തോഷം തോന്നിയ ഒരു നിമിഷമാണെന്നറിയാമോ? നമ്മളെപ്പോഴും നമ്മുടെ കമ്പനി ഇന്ന് ദുബൈയിൽ പോലും നമ്മുടെ കമ്പനി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അടുത്തത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് സൗദിയിലാണ്. അപ്പോൾ 15ഓളം കമ്പനിയും ഫാമും ഉള്ള ഒരു കമ്പനിയിലാണ് ഞാൻ എത്തപ്പെട്ടിരിക്കുന്നത്. എൻ്റെ അന്നത്തെ ആ ഡിസിഷൻ വളരെ നല്ലതായിരുന്നു എന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഓരോ മാസവും 15-ാം തീയതി എനിക്ക് കിട്ടുന്ന പൈസ, 15-ാം തീയതിയാണ് ഇക്കയ്ക്ക് ശമ്പളം കിട്ടുന്നത്. ആ 15-ാം തീയതി എനിക്ക് അയച്ചു തരുന്ന പൈസ കൊണ്ട് എൻ്റെ ആവശ്യങ്ങൾ, വീട്ടാവശ്യങ്ങൾ മുഴുവനും നടത്തിയതിന് ശേഷം നേരെ പോകുന്നത് ഹോസ്പിറ്റലുകളിലേക്കായിരിക്കും. അങ്ങനെ വരുമ്പോൾ ഞാൻ ഇക്കയെ വിളിച്ചിട്ട് പറയാറുണ്ട്, ഇക്ക തീർന്നു പൈസ എന്ന് പറയുന്ന സമയത്ത് എന്നോട് പറയും, എനിക്ക് മാസത്തിൽ 1 പ്രാവശ്യമേ ശമ്പളം കിട്ടാറുള്ളൂ എന്ന്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് എൻ്റെ അക്കൗണ്ടിൽ പൈസ, എൻ്റെ ബാഗിൽ പൈസ, കയ്യിൽ പൈസ, എവിടെയായിരുന്നാലും പൈസയാണ്. അപ്പൊ ഇന്ന് അങ്ങനെ പറയേണ്ട ഒരാവശ്യമില്ല. അപ്പൊ അത്രമാത്രം സന്തോഷത്തോടെ പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം സാറിന്, രാജീവ് സാറിനോട് ഞാൻ എൻ്റെ മക്കളുടെ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ സാറിന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതെ സാറേ, 2018 ഞാൻ 7 വർഷം നിരന്തരം ഓടിയതിന്റെ ഫലമായിട്ട് 2018 ആയപ്പോൾ എൻ്റെ മൂത്ത മകളുടെ കല്യാണം കഴിഞ്ഞു. അതുപോലെ തന്നെ 2022 ആയപ്പോൾ എൻ്റെ ഇളയ മകളുടെ കല്യാണവും കഴിഞ്ഞു. അപ്പൊ രണ്ടുപേരെയും പഠിപ്പിച്ചു, രണ്ടുപേരെയും നല്ല രീതിയിൽ, 2 പേർക്കും 51 പവന്റെ വീതം സ്വർണവും കൊടുത്തു, അവർക്ക് വേണ്ടുന്ന വണ്ടിയും കൊടുത്തു. എല്ലാം നടത്താൻ എന്നെ അനുഗ്രഹിച്ച, എന്നെ അതിനുവേണ്ടി പ്രാപ്തിയാക്കിയ ഏക കമ്പനി ആണ് DXN കമ്പനി. നമ്മുടെ കമ്പനി പ്രധാനമായിട്ടും പ്രൊമോട്ട് ചെയ്യുന്നത് ഗാനോഡർമ
എന്ന് പറയുന്ന ഔഷധ കൂണാണ്. ആ കൂണിൽ നിന്ന് എടുക്കുന്ന ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ കമ്പനി പ്രധാനമായും പ്രൊമോട്ട് ചെയ്യുന്നത്. ഇപ്പോഴും നമ്മൾക്ക് വീണ്ടും 2 കൂണുകൾ വന്നിട്ടുണ്ട്. ഒന്ന് ടൈൻസ്മെൻ എന്ന് പറയുന്ന കൂണും മറ്റൊന്ന് കോഡിസെപ്സ് എന്ന് പറയുന്ന കൂണും. അത് നമുക്ക് മാത്രം അവകാശപ്പെട്ടതാണ് അല്ലെ. കാരണം നമ്മുടെ കമ്പനി ഉൽപ്പാദിപ്പിക്കുന്നതാണ് ഈ കൂണുകൾ. അപ്പൊ അതിനകത്ത് ഗാനോഡർമയാണ് മെയിൻ ആയിട്ട് നമ്മൾ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മുടെ ഗാനോഡർമ എന്ന് പറയുന്ന ഈ ഒരു ഔഷധ കൂണാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ നിന്ന് എടുക്കുന്ന ഉൽപ്പന്നങ്ങളാണ്. ഇതിനകത്ത് മെയിൻ കണ്ടന്റ് ആയിട്ട് വരുന്നത് RGGL എന്ന് പറയുന്ന പ്രോഡക്റ്റുകളാണ് നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത് തന്നെ. അതായത് ഇത് ഗാനോഡർമ എന്തിനു വേണ്ടി കഴിക്കണം എന്നുള്ളതും കൂടെ ഞാനൊന്ന് പറഞ്ഞു തന്നേക്കാം. കാരണം 2 കാരണങ്ങൾ കൊണ്ടാണ് ഇന്നൊരു മനുഷ്യ ശരീരത്ത് രോഗങ്ങൾ വന്നു കഴിക്കുന്നത്. ഒന്ന് നിങ്ങളുടെ ടെൻഷൻ, മറ്റൊന്ന് നമ്മുടെ ശരീരത്തിന്റെ ബാലൻസ് തെറ്റുന്നതോടുകൂടി. അപ്പൊ നമ്മുടെ കോശങ്ങൾ പെർഫെക്റ്റ് ആണെങ്കിൽ, നമ്മുടെ കോശങ്ങൾക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊന്നും സംഭവിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇന്ന് നമ്മൾ കുടിക്കുന്ന വെള്ളം, ശ്വസിക്കുന്ന വായു, കഴിക്കുന്ന ഭക്ഷണം, ഇതൊന്നും എന്തു തന്നെയല്ല, ഇതൊന്നും ശുദ്ധമല്ല. അപ്പം നമുക്ക് ശുദ്ധമായിട്ടുള്ളതൊന്നും തന്നെയും കിട്ടുന്നില്ല. ആ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ കോശങ്ങളെ പെർഫെക്റ്റ് ആക്കാൻ കഴിവുള്ള ലോകത്തിലെ നമ്പർ 1 ആന്റി ഓക്സിഡന്റ് ആയ ഗാനോഡർമ ലൂസിഡത്തിന് മാത്രമേ അതിന് കഴിവുള്ളൂ. കാരണം ലോകത്തിലെ നമ്പർ 1 ആന്റി ഓക്സിഡന്റ് ആണ്, അഡാപ്റ്റജൻ ആണ്, ദ കിങ് ഓഫ് ഹെർബ് എന്ന പേരിലാണ് ഈ ഒരു മഷ്റൂമിനെ അറിയപ്പെടുന്ന, കൂണുകളുടെ രാജാവ് എന്ന പേരിലാണ്. ഇത് നമ്മുടെ ശരീരത്തിലെ ആന്റി ഇൻഫ്ലമന്ററി ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇതിനൊരു ICP പവർ ഉണ്ട്, ഇൻട്രാ സെല്ലുലാർ പെർമബിലിറ്റി എന്ന് പറയുന്ന ഒരു പവർ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് വേണ്ടുന്ന ന്യൂട്രീഷൻസ് മൊത്തം എത്തിച്ചു തരികയാണ് ഗാനോഡർമ ചെയ്യുന്നത്. അത് ചേർന്ന പ്രോഡക്ട്സുകളാണ് നമുക്ക് കമ്പനി മെയിൻ ആയിട്ടും തന്നേക്കുന്നത്. അതിനകത്ത് മെയിൻ ആയിട്ടുള്ള പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 3 മാസം പ്രായമായ ഗാനോഡർമയും 3 ആഴ്ച പ്രായമായ ഗാനോഡർമയുമാണ്. ഇത് രണ്ടും കൂടെ നമ്മൾ ജോഡിയായിട്ട് വേണം ഉപയോഗിക്കാൻ. ഇത് രണ്ടും നമ്മുടെ ശരീരത്തേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ഏറെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമാവുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ശരീരത്തിലെ ടോക്സിനെ കംപ്ലീറ്റ് പുറത്തു കളഞ്ഞിട്ട് നമ്മുടെ ശരീരത്തിന് വേണ്ടുന്ന ഇമ്മ്യൂണിറ്റി തരികയാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത് കഴിക്കുന്നത്. പലരും പറയുന്നത് ഇത് കഴിക്കുമ്പോൾ എൻ്റെ ആ പ്രശ്നം മാറി, ഈ പ്രശ്നം മാറി. ഇത് ഒരിക്കലും ഒരു രോഗത്തിന് കൊടുക്കുന്ന മെഡിസിൻ അല്ല. പിന്നെ നമുക്ക് ഇത് ഗാനോഡർമയ്ക്ക് വില കൂടുതലായിട്ട് അതിൽ നിന്ന് സാധാരണക്കാരിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റുന്നതാണ് തേയിലയുടെ രൂപത്തില്, കോഫി ആയിട്ട്, പിന്നെ പേസ്റ്റിന്റെ രൂപത്തില്, ഷാംപൂ, സോപ്പ്, ഇങ്ങനെ കൊച്ചു ആവശ്യങ്ങൾക്കായിട്ട് നമുക്ക് ഡെയിലി ബിവറേജ് ആയിട്ട് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരുപാട് ഉൽപ്പന്നങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. തേയിലക്കകത്തും ഗാനോഡർമ ആഡ് ചെയ്തേക്കുന്നതാണ്. അതുപോലെ കോഫി തന്നെ 2-3 തരം നമുക്ക് വരുന്നുണ്ട്. ഇത് 3-in-1 കോഫിയാണ്, ഇത് 2-in-1 കോഫിയാണ്. കോഫി തന്നെ ഒരുപാട് തരം നമുക്ക് വരുന്നുണ്ട്. അപ്പൊ ഇത് ചെയ്യുന്നത് അറേബ്യക്ക കോഫിക്കകത്ത് ഗാനോഡർമ ആഡ് ചെയ്തേക്കുന്നു. ഇത് വെജിറ്റബിൾ ക്രീമർ ആഡ് ചെയ്തിരിക്കുന്ന കോഫിയാണ്. മറ്റൊരു കോഫിയാണ് ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന, ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു കോഫിയാണ് കോഡിസെപ്സിന്റെ കോഫി. ഇത് വന്ന നാൾ മുതൽ ഞാൻ ഉപയോഗിക്കുന്ന ഒരു കോഫി. എന്നെഴുതി ഇതിലൊന്നും ഉപയോഗിക്കാതില്ല, എല്ലാ കോഫിയും ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. എൻ്റെ വീട്ടിൽ ഈ പ്രോഡക്ട്സുകൾ കംപ്ലീറ്റ് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഈ കോഫി ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരുപാട് ഗുണങ്ങളുണ്ട്. കാരണം എനിക്ക് തന്നെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, അസിഡിറ്റി എന്ന് പറയുന്ന ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നന്നായി കിതയ്ക്കുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ ഈ കോഫി കണ്ടിന്യൂ ചെയ്യാൻ എന്നോട് പറഞ്ഞു തന്നത് നമ്മുടെ ഡോക്ടർ സ്റ്റെഞ്ചൻ സാറാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളെ വിശ്വസിച്ചുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞത് പ്രകാരം കോഫി അന്ന് കിട്ടിയപ്പോൾ തന്നെ വാങ്ങിച്ച് ഉപയോഗിക്കാൻ തുടങ്ങി. ഇന്ന് നമുക്ക് ഇതിന്റെ ടാബ്ലറ്റ് ഉണ്ട്, ക്യാപ്സൂൾ ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പം നമുക്ക് അത് കോഡിസെപ്സ് ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് വളരെ മാറ്റമാണ് അതിൽ നിന്ന് കിട്ടിയത്. അതിന്റെ ഫലമായിട്ട് കണ്ടിന്യൂസ് ഞാൻ ഉപയോഗിക്കുന്ന ഒരു കോഫിയാണ് ഇത്. അതുപോലെ തന്നെ നമ്മുടെ 3-in-1 കോഫി. ഈ 3-in-1 കോഫിയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് പണ്ട് ശരിക്കും മൈഗ്രെയിൻ എന്ന് പറയുന്ന ഒരു വിഷയം ഉണ്ടായിരുന്നു. ആ മൈഗ്രെയിന് ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച കോഫി ഇതാണ്. അതുപോലെ ഗാനോഡർമ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള നമ്മുടെ തലയുടെ pH കറക്റ്റ് ചെയ്യുന്ന ഷാംപൂ, ഇത് രണ്ടും കൂടെ കണ്ടിന്യൂസ് ഞാൻ ഉപയോഗിച്ചതിന്റെ പേരിൽ എനിക്ക് ആ ഒരു പ്രശ്നത്തിനെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അതാണ് നമ്മുടെ ഇതായിട്ടുള്ള ഏറ്റവും കൂടുതൽ പ്രത്യേകത, അത് തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ പേസ്റ്റിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് വായിലെ 5 കൂട്ടം പ്രശ്നങ്ങൾക്കാണ് നമ്മുടെ കമ്പനി നമ്മുടെ പേസ്റ്റ് തന്നിരിക്കുന്നത്. പക്ഷേ എങ്കിൽ പോലും 35 കൂട്ടം ഉപയോഗങ്ങൾക്ക് നമ്മുടെ പേസ്റ്റ് വളരെ നല്ലതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പേസ്റ്റിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത് ഗാനോഡർമ, ഫുഡ് ജെല്ല്, പുതിന എങ്ങനെയുള്ള കണ്ടന്റുകളാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മുടെ വായിലെ 5 കൂട്ടം പ്രശ്നങ്ങൾക്ക്, അതായത് വായിലെ നാറ്റം നമ്പർ 1 ആണ്.
രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ വായിന്റെ പല്ലിൽ നിന്നോ ഊനിൽ നിന്നോ ഒക്കെ ശരിക്കും ബ്ലഡ് വരിക, പഴുപ്പ് വരിക, ഇങ്ങനെയുള്ള ഒരു പ്രശ്നമുണ്ട്. അതിനെ മാറ്റിയെടുക്കാൻ നല്ലതാണ്. എനിക്ക് തന്നെ സംഭവിക്കാറുള്ള ഒരു കാര്യമാണ്. നല്ല പനി ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ മോണകൾക്ക് നല്ല വീക്കം വരികയും അതുപോലെ വിങ്ങൽ വരികയൊക്കെ ചെയ്യും. ഇങ്ങനെയുള്ള ഒക്കെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് ഈ ഒരു പേസ്റ്റിന്റെ ഗുണം. അതാണ് ഏറ്റവും നല്ലത്. അപ്പൊ ഇങ്ങനെ കുറേ പ്രോഡക്ട്സുകളായിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. മറ്റൊന്നാണ് സോപ്പ്. സോപ്പ് തന്നെ നമുക്കിപ്പോൾ 3 തരം സോപ്പ് കമ്പനി തന്നിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ളത് കറ്റാർവാഴ ചേർന്ന സോപ്പുണ്ട്. അതുപോലെ തന്നെ ഗ്യാനോഷി സോപ്പ് നമ്മൾ പണ്ട് മുതലേ ഉപയോഗിക്കുന്ന സോപ്പാണ്. എന്റെ സൗന്ദര്യത്തിന്റെ രഹസ്യം ഈ സോപ്പാണെന്ന് തന്നെ ഞാൻ പറയാറുണ്ട്. കാരണം നമ്മുടെ ഈ സോപ്പ് ഇതിനകത്ത് ടോട്ടൽ ഫാറ്റി മാറ്റർ അടങ്ങിയ ഒരു സോപ്പാണ്. 76% കണ്ടന്റ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊന്നാണ് ട്രാൻസ് സോപ്പ്. ട്രാൻസ് സോപ്പിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതും ഗാനോഡർമ ആഡ് ചെയ്തേക്കുന്ന മോയ്സ്ചറൈസ് സോപ്പായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു സോപ്പാണത്. അതുപോലെ തന്നെ കറ്റാർവാഴ സോപ്പ്. ഇങ്ങനെ 3 തരത്തിലുള്ള സോപ്പ് നമുക്ക് കമ്പനി തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊന്നാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു ഉൽപ്പന്നമാണ്. നമ്മുടെ മക്കളെ നമ്മൾ സ്നേഹിക്കുന്നുവെങ്കിൽ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഉൽപ്പന്നമാണ് കൊക്കോഷി. കൊക്കോയും വാനിലയും ഗാനോഡർമയുമാണ് ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. ഇത് കഴിക്കുന്നതിന്റെ ഫലമായിട്ട് ഗാനോഡർമ എന്ന് പറയുമ്പോൾ 3 ആഴ്ച പ്രായമായ കൂണാണ് ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഫലമായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ബ്രെയിൻ ഡെവലപ്മെന്റ് വർദ്ധിക്കാൻ വളരെ നല്ലതാണ്. നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ക്ഷീണം, ഇപ്പൊ മീറ്റിംഗ് ഒക്കെ എടുത്തിട്ട് വരുമ്പോൾ വളരെ ടയർഡായിട്ടായിരിക്കും ചിലപ്പോൾ വന്ന് കയറാറുള്ളത്. ആ സമയത്ത് ഒരു കവർ കൊക്കോഷി പൊട്ടിച്ച് കഴിച്ചാൽ നല്ല ക്ഷീണത്തിന് നല്ല മാറ്റമാണ് കിട്ടുന്നത്. അപ്പൊ നമ്മുടെ എല്ലാവർക്കും തൊട്ടിൽ മുതൽ കട്ടിൽ വരെ നമുക്ക് ഉപയോഗിക്കാവുന്ന പ്രോഡക്ട്സുകളാണ് നമ്മുടെ കമ്പനി നമ്മുടെ കൈകളിലേക്ക് തന്നിരിക്കുന്നത്. കൂടാതെ ഇപ്പതാ വീണ്ടും നമുക്ക് മറ്റൊരു ഉൽപ്പന്നം തന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബിസ്ക്കറ്റ്. ബിസ്ക്കറ്റിനെ പറ്റി പറയുമ്പോൾ നമ്മൾക്ക് ധാരാളം ബിസ്ക്കറ്റുകൾ ഇന്ന് മാർക്കറ്റിൽ കിട്ടാറുണ്ട്. 116 കോടി രൂപയുടെ ബിസിനസ് നടക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ മാർക്കറ്റ്, അല്ലെ? അപ്പൊ അവിടെ നമുക്ക് ആർക്കും കൊടുക്കാൻ പറ്റുന്ന ഒരു ബിസ്ക്കറ്റാണിത്. കാരണം ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന ധാന്യങ്ങളാണ്. ധാന്യങ്ങളോടൊപ്പം തന്നെ ഇതിനകത്ത് ചേർന്നിരിക്കുന്ന കോഡിസെപ്സ് എന്ന് പറയുന്ന ഈ ഒരു മഷ്റൂമും കൂടെയാണ് ചേർന്നിരിക്കുന്നത്. അപ്പം തേനും മഷ്റൂമും ചേർന്ന ഒരു ബിസ്ക്കറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് DXN കമ്പനിയുടെ ബ്രേക്ക്ഫാസ്റ്റ് ബിസ്ക്കറ്റ് ആണ് ഉള്ളത്. അപ്പൊ ഇങ്ങനെ ധാരാളം പ്രോഡക്ട്സുകളാണ് നമ്മുടെ കമ്പനി നമുക്ക് തന്നിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റ് ആയുർവേദ സീരീസ് ആയിട്ട് കുറെ ഉൽപ്പന്നങ്ങൾ നമ്മളിലേക്ക് തന്നിട്ടുണ്ട്. അതായത് ത്രിഫല തന്നിട്ടുണ്ട്, കരിഞ്ജീരകം തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഗിലോയി തന്നിട്ടുണ്ട്. ഇങ്ങനെ ഒത്തിരി ഉൽപ്പന്നങ്ങൾ നമ്മുടെ കയ്യിലേക്ക് തന്നിട്ടുണ്ട്. ബ്രഹ്മി തന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ആയുർവേദ സീരീസുകൾ വന്നിട്ടുണ്ട്. ഇപ്പോഴും അതുപോലെ നമുക്ക് തന്നിട്ടുണ്ട്. ലസുന എന്ന് പറയുന്ന വെളുത്തുള്ളിയുടെ പൗഡർ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മെഷർസംഗി രോഗികൾക്ക് കൊടുക്കാൻ പറ്റുന്നത് ചക്കരക്കൊല്ലി എന്ന് പറയുന്ന പ്രോഡക്ട്സ് വന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പ്രോഡക്ട്സുകളാണ് നമുക്ക് വീണ്ടും വന്നുകൊണ്ടേ ഇരിക്കുന്നത്. പിന്നെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രോഡക്ട്സ് ആണ് നമ്മുടെ ഉപ്പ്. എല്ലാ വീടുകളിലും ഉപയോഗിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉപ്പ് എല്ലാ വീട്ടിലും ആവശ്യമുള്ള ഒരു സാധനമാണ്, അല്ലെ? അവര് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഉൾപ്പെടെ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് വെളുത്ത വിഷമായിരുന്നു. നമ്മുടെ വീട്ടിൽ നിന്ന് 5 തരത്തിലെ വിഷങ്ങളെ മാറ്റിയാൽ പൂർണ്ണ ആരോഗ്യം തരും എന്ന് പറയുന്നത് കറക്റ്റ് കാര്യം തന്നെയാണ്. തരി, വെളുത്ത പഞ്ചസാര, വെളുത്ത ഉപ്പ്, പാല്, ഇങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ, മൈദ, ഇത്രയും സാധനങ്ങൾ നമ്മുടെ വീട്ടിൽ നിന്ന് മാറ്റിയാൽ നമുക്ക് കുറേയൊക്കെ ആരോഗ്യം കിട്ടും. അതിനകത്ത് നമ്മുടെ ഉപ്പ് എല്ലാ വീട്ടിലും വേണ്ടുന്ന ഒരു ഉൽപ്പന്നമാണ്. കാരണം ഇത് നേരത്തെയുള്ള ഉപ്പ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കടൽ വെള്ളം വറ്റിച്ചിട്ട് വരുന്ന ഉപ്പായിരുന്നു. അതിനകത്ത് സകല കെമിക്കലുകളും ചേരും. കാരണം സകല പ്ലാസ്റ്റിക്കും ഏതെല്ലാം തരത്തിലുള്ള ഇതുണ്ടോ മാലിന്യങ്ങളുണ്ടെങ്കിലും കടലിലേക്ക് വലിച്ചെറിയുമ്പോൾ അതിനെല്ലാം നമുക്കറിയാം തിരയടിച്ച് ഇവിടേക്ക് കൊണ്ടുവരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ആ ഒരു സ്ഥാനത്ത് ആ ഉപ്പ് നമ്മൾ വറ്റിച്ച് ഉപയോഗിക്കുമ്പോൾ അതിനകത്ത് ധാരാളം മാലിന്യങ്ങളാണ് നമ്മുടെ ഉപ്പിലേക്ക് പോകുന്നത്. ഈ ഉപ്പിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹിമാലയ സാനുക്കളിൽ നിന്നും മാത്രം എടുക്കുന്ന ഉപ്പാണ്. അപ്പൊ അവിടെ നിന്ന് എടുക്കുന്ന ഉപ്പിന് നമ്മുടെ ശരീരത്തിലെ തൈറോയിഡിന്റെ വേരിയേഷനെ കുറയ്ക്കാനും നമ്മുടെ ശരീരത്തിലെ പ്രഷറിന്റെ വേരിയേഷനെ കുറയ്ക്കാനും ഒക്കെ ഈ ഉപ്പ് കണ്ടിന്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് പറ്റുന്നതാണ്. എന്ന് നമുക്കറിയാം ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികൾ ഉള്ള കാലമാണ്, തൈറോയിഡ് രോഗികൾ ഉള്ള കാലമാണ്. തൈറോയിഡ് കൂടിക്കഴിഞ്ഞാൽ അത് ക്യാൻസറിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത്. അപ്പൊ ഇനി നിങ്ങൾ വിചാരിക്കുക ഇതിന് വല്ല ആധികാരികതയുണ്ടോ എന്ന് ചോദിച്ചാൽ ആ ആധികാരികത എന്താണെന്നൂടെ കാണിച്ചു തരാം. അല്ലെ, ഇദ്ദേഹമാണ് നമ്മുടെ ഫൗണ്ടർ ഡോക്ടർ ലിൻസിയോജി. അതുപോലെ നമ്മുടെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
വനിതയിൽ വന്ന ഒരു റിപ്പോർട്ടുണ്ട്. അർബുദം തടയാൻ കൂൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ മനുഷ്യരനെ അമരനാക്കും ഋഷി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ ധാരാളം റിപ്പോർട്ടുകളാണ് നമുക്കുള്ളത്. ഗാനോഡർമ ഔഷധ സർവ്വരോഗ സംഹാരി എന്ന് ഡോക്ടർ എ വി മാത്യു പറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ ധാരാളം റിപ്പോർട്ടുകളാണ് നമുക്ക് തന്നിട്ടുള്ളത്. പിന്നെ കൂടാതെ തന്നെ നമുക്ക് വേറെയും കുറെ ഉൽപ്പന്നങ്ങൾ നമ്മുടെ കമ്പനി തന്നിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ തന്നെ ഫ്ലാക്സീഡ് ഓയിൽ, അതായത് ഫ്ലാക്സീഡ്, ഇത് ഫ്ലാക്സീഡ് ഓയിൽ എന്തിനു വേണ്ടി ഉപയോഗിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തൊലിയുടെ സ്കിന്നിനെ എപ്പോഴും നല്ല ഷൈനിങ് ആയിട്ട് ഇരിക്കുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ തലമുടിയുടെ പൊഴിച്ചിലിനെയൊക്കെ മാറ്റുന്നതിനും ഹെയർ ഗ്രോത്തിന് ഏറ്റവും നല്ല ഒന്നാണ് ഫ്ലാക്സീഡ്. ഞാൻ നേരത്തെ എൻ്റെ മകൾ ഉപയോഗിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് അറിയാവുന്നത്. ഇപ്പോഴും അതിന്റെ ബാലൻസ് ഇവിടെ കാണണം. പക്ഷെ ഇന്ന് നമ്മുടെ കമ്പനി നമ്മുടെ കയ്യിലേക്ക് ഫ്ലാക്സീഡ് ഓയിലായിട്ട് നമ്മുടെ കയ്യിലേക്ക് ക്യാപ്സൂൾ രൂപത്തിൽ തന്നിട്ടുണ്ട്. അപ്പം ഇത് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് വേണ്ടുന്ന ഹെയർ ഫാൾസിന് വേണ്ടുന്ന എല്ലാ പ്രശ്നത്തെയും പരിഹരിക്കാൻ ഈ ഒരു ഫ്ലാക്സീഡിന് കപ്പാസിറ്റി ഉണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ഉൽപ്പന്നമാണ് സീബത്തോൺ. സീബത്തോൺ എന്ന് പറയുമ്പോൾ ഒമേഗ 3 ഫാറ്റി ആസിഡ് ധാരാളം അടങ്ങിയിരിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് അതുപോലെ വൈറ്റമിൻ സി റിച്ച്ഡ് ആണ്. ഇതിനകത്ത് വൈറ്റമിൻ സി ധാരാളമായിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ഉൽപ്പന്നമാണ് സീബത്തോൺ എന്ന് പറയുന്നത്. മറ്റൊന്നാണ് നമ്മുടെ പ്രോബയോട്ടിക് ആയിട്ടുള്ള കൊമ്പൂച്ച. കൊമ്പൂച്ചയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുടലിൽ നമ്മൾ തന്നെ കൊടുക്കുന്ന ഭക്ഷണങ്ങൾ അതിൽ കൂടെ നമ്മുടെ വയറ്റിനുള്ളിലെ എല്ലാ ബാക്ടീരിയ നശിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ആ സ്ഥാനത്ത് നമുക്ക് പ്രോബയോട്ടിക് ആയിട്ട് നല്ല ഒരു ബാക്ടീരിയയെ നമ്മുടെ വയറ്റിലേക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഉൽപ്പന്നമാണ് കൊമ്പൂച്ച. ഏറ്റവും ടേസ്റ്റിൽ ഉപയോഗിക്കാൻ പറ്റുന്ന, ഒന്ന് തണുപ്പിച്ചും കൂടി ഉപയോഗിച്ചാൽ വളരെ നല്ല റിസൾട്ടാണ് കൊമ്പൂച്ചയിൽ നിന്ന് കിട്ടുന്നത്. മറ്റൊന്നാണ് നമ്മുടെ പുതിയൊരു പ്രോഡക്റ്റ് ഉണ്ട്, ചവനദ്രവ്യ എന്ന് പറയുന്നത്. ഓവർ വെയിറ്റ്, വിട്ടുമാറാത്ത തുമ്മല്, എക്സസൈസ് ആയിട്ട് കിടക്കുന്ന കൊഴുപ്പുകളെയൊക്കെ അലിയിച്ചു കളയാൻ ഈ ഒരു ഉൽപ്പന്നത്തിന് കപ്പാസിറ്റി ഉണ്ട്. കാരണം ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത് നെല്ലിക്ക, ഇരട്ടിമധുരം, ദശമൂല, ചവനപ്രാശം ഇങ്ങനെയുള്ള സാധനങ്ങളാണ് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ലിക്വിഡ് ഫോമിലാണ് ഇത് ഫോം ചെയ്തിരിക്കുന്നത്. കാരണം ഷുഗർകാർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ്. അതുപോലെ തന്നെ മറ്റൊരു ഉൽപ്പന്നമാണ് ലയൺസ്മെൻ. ലയൺസ്മെന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന, ഗാനോഡർമയോടൊപ്പം കഴിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് ലയൺസ്മെൻ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് 2018 ഒരു ആക്സിഡന്റ് പറ്റി. ആ ആക്സിഡന്റ് സമയത്ത് ഞാൻ പോയി റോഡിന്റെ മധ്യഭാഗത്ത് വീഴുമ്പോൾ എൻ്റെ ബാക്ക് അടിച്ചിട്ടായിരുന്നു ഞാൻ വീണിരുന്നത്. പക്ഷെ അന്ന് ഞാൻ അത് മൈൻഡ് ചെയ്യാതെ എൻ്റെ മകളുടെ കല്യാണവും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഓടി ആ തിരക്കിൽപ്പെട്ട് നടന്നു. അന്നൊക്കെ എന്നോട് ദിലീപ് സാറ് പറയുമായിരുന്നു പോയി ബോഡി ചെക്കപ്പ് ചെയ്യാൻ. പക്ഷെ ഞാൻ എന്നിട്ടും അത് കേട്ടില്ല. കാരണം എനിക്ക് പ്രശ്നമില്ല, എൻ്റെ ഹസ്ബൻഡിനായിരുന്നു പ്രശ്നം ഉണ്ടായിരുന്നത്, അദ്ദേഹത്തിന്റെ വാരിയലിനായിരുന്നു പൊട്ടലുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ അതിന്റെ പുറകിൽ മാത്രമായിരുന്നു എൻ്റെ ശ്രദ്ധ മുഴുവൻ. എനിക്ക് വേണ്ടുന്നത് എൻ്റെ ഹസ്ബൻഡിനെയാണ്. അപ്പൊ ആ ഒരു ചിന്തയാണ് എന്നിൽ ഉണ്ടായിരുന്നത്. അപ്പം അങ്ങനെ പോയ സമയത്ത് ഇളയ മകളുടെ കല്യാണവും കൂടെ കഴിഞ്ഞപ്പോൾ ഞാൻ പൂർണ്ണമായിട്ടും തളർന്ന് വീണുപോയി. ആ സമയത്ത് ലയൺസ്മെൻ എനിക്ക് അറിയത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഹരിദാസ് സാറ് ചവറയിൽ ക്ലാസ് എടുക്കാൻ വരുന്നത്. സാറിനോട് ഞാൻ ഇങ്ങനെ വേദനയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് സാർ എന്നോട് പറഞ്ഞു ലയൺസ്മെൻ ഗൾഫിൽ നിന്ന് വരുത്താൻ പറഞ്ഞു. അപ്പോഴെന്റെ മകൾ അവിടേക്ക് പോയ സമയമായിരുന്നു. അയാൾ എനിക്ക് ഇത് എത്തിച്ചു തന്നു. അങ്ങനെ അത് കഴിച്ചു. അങ്ങനെ അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ കമ്പനി നമ്മുടെ കേരളത്തിൽ, അപ്പൊ അന്ന് മുതൽ ഈ 360 ബോട്ടിൽ ഒഴിയാതെ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതിൽ നിന്ന് എനിക്ക് കിട്ടിയ നേട്ടം എനിക്ക് എൻ്റെ ആരോഗ്യത്തെ തിരിച്ചു കിട്ടി എന്ന് വേണം പറയാൻ. എൻ്റെ ആ ബോഡി, ഇവിടുത്തെ ഈ സ്പൈനൽ കോഡിന്റെ ആ വേദന മാറാനും ഒക്കെ വളരെ സഹായിച്ച ഒരു ഉൽപ്പന്നമാണ് ലയൺസ്മെൻ എന്ന് പറയുന്നത്. ഇത് അതുപോലെ ബ്രെയിൻ ഡെവലപ്മെന്റിന് ഒക്കെ, കാരണം നമ്മുടെ എല്ലാവരും സ്ത്രീകളാകുമ്പോൾ എന്ത് കാര്യത്തിനും മറവി ഉണ്ടാവും. കാരണം എന്നെ സംബന്ധിച്ച് തന്നെ ഞാൻ പറയാം, കാരണം പല ടെൻഷൻ അവരിലേക്ക് വരുന്നതാണ്. ആ സമയത്ത് നല്ല ഓർമ്മക്കുറവൊക്കെ ഉണ്ടാവും. കാരണം നമ്മൾ പോകുന്ന സമയത്ത് ചിലപ്പോൾ ഡോർ അടച്ചോന്ന് അറിയത്തില്ല, അല്ലെങ്കിൽ അയൺ ബോക്സ് ഊരിയിട്ടോന്ന് അറിയത്തില്ല, ഗ്യാസ് ഓഫ് ആക്കിയോന്ന് ഓർക്കത്തില്ല. ഇതൊന്നും ഓർക്കാതെ എവിടെങ്കിലും ചെന്നുകൊണ്ടായിരിക്കും നമ്മൾ വിളിച്ച് ചോദിക്കുന്നത്. അപ്പൊ ആ ഒരു കണ്ടീഷൻ ഇപ്പോൾ ഇന്ന് പൊതുവെ, അതുപോലെ തന്നെ ഇന്ന് പൊതുവെ എവിടെ നോക്കിയാലും ഡിമെൻഷ്യയുടെ, അൾസിമേഴ്സിന്റെ എണ്ണം കൂടുതലാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ലയൺസ്മെൻ എന്ന് പറയുന്ന ഈ ടാബ്ലറ്റ്. ഇതിന്റെ പ്രത്യേകത നമ്മുടെ ന്യൂറോ സംബന്ധമായ എല്ലാ വിഷയങ്ങളെയും മാറ്റിത്തരാൻ വളരെ നല്ല ഒരു ഉൽപ്പന്നമാണ്. അതുപോലെ തന്നെ കോഡിസെപ്സിന്റെ വിഷയം പറഞ്ഞാൽ ഞാൻ തന്നെ പറഞ്ഞുതരാം. കാരണം എനിക്ക് വർഷങ്ങൾക്ക് മുമ്പ് DXNL വരുന്നതിനൊക്കെ മുന്നേ എന്നോട് ഡോക്ടർ പറഞ്ഞാണ് ശ്വാസകോശത്തിന് ചുരുക്കൽ ഉണ്ട് എന്നാണ് ഉള്ളത്. പക്ഷെ അന്നൊന്നും അത് ശ്രദ്ധിക്കാതെ പോയിട്ടില്ല. അപ്പോഴാണ് ദ കിങ് ഓഫ് ഹെർബായ ഗാനോഡർമ എൻ്റെ കയ്യിലേക്ക് കിട്ടുന്നത്. അത് കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു അത് മാത്രം കഴിക്കുമ്പോൾ ഈ പ്രശ്നത്തിനെല്ലാം പരിഹാരമാണല്ലോ എന്ന്. പക്ഷെ എനിക്ക് ഇടയ്ക്ക് വെച്ചൊരു വൈറൽ പനി ഉണ്ടാകുകയും ഒരു വെള്ളം കുടിച്ചതിന്റെ ഫലമായിട്ട് അത് ഉണ്ടാകുകയും അത് കഴിച്ചപ്പോൾ എനിക്ക് ശരിക്കും അത് ന്യൂമോണിയയുടെ ഒരു
പ്രശ്നത്തിലേക്ക് എന്നെ കൊണ്ടെത്തിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ ഞാൻ അതിനെ ഡോക്ടറെ കാണിച്ച് ട്രീറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ലൈൻസ്മെനും അളവ് കൂട്ടി കോഡിസെപ്സും അളവ് കൂട്ടി കഴിച്ചു. അതിന്റെ ഫലമായിട്ട് എനിക്ക് ആ രോഗത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും മുക്തയാകാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ശ്വാസകോശത്തിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് എന്ത് നമ്മുടെ ഈ ഒരു കോഡിസെപ്സ് എന്ന് പറയുന്ന ഈ ഒരു കൂണ്. അതുപോലെ തന്നെ നമുക്ക് പിന്നെയും കുറേ പ്രോഡക്ട്സുകൾ തന്നിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് തവിടെണ്ണ തന്നിട്ടുണ്ട്. ഈ തവിടെണ്ണയുടെ പ്രത്യേകത എന്ന് ഞാൻ ഇത് വന്ന നാൾ മുതൽ എൻ്റെ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനം ഇതാണ്. അപ്പം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ബോട്ടിലാണിത്. അപ്പം ആ ബോട്ടിലിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വൈറ്റമിൻ ഇ റിച്ചഡ് ആയിട്ടുള്ളത്, അതുപോലെ തന്നെ കൊളസ്ട്രോളിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയ ഒരു എണ്ണയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വെർജിൻ കോക്കനട്ട് ഓയിലും വളരെ നല്ല ഒരു ഉൽപ്പന്നമാണ്. കാരണം ഞാൻ എൻ്റെ കൊച്ചുമകളെ പ്രസവിച്ച നാൾ മുതൽ അതിന്റെ തലയിൽ പുരട്ടി കൊടുക്കുന്നത് വെർജിൻ കോക്കനട്ട് ഓയിലാണ്. ആ മുടി കണ്ടിട്ട് തന്നെ ഓരോരുത്തർ എന്നെ വിളിച്ചിട്ട് ചോദിക്കാറുണ്ട്, മകളെ വിളിച്ചിട്ട് ചോദിക്കാറുണ്ട് എന്താണ് കുഞ്ഞിന്റെ തലയിൽ പുരട്ടുന്നത് എന്ന്. അപ്പൊ വെർജിൻ കോക്കനട്ട് ഓയിൽ നല്ല തിക്കായിട്ട് മുടി വളരുന്നതിന് നല്ലതാണ്, നമുക്ക് ഉള്ളിൽ കുടിക്കാൻ നല്ലതാണ്. അതിനകത്ത് ലോറിക് ആസിഡ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഹെർട്ടിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വളരെ നല്ല ഒരു ഉൽപ്പന്നമാണ് വെർജിൻ കോക്കനട്ട് ഓയിൽ. അതുപോലെ തന്നെ മറ്റ് ഒരു ഉൽപ്പന്നം എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ പൗഡർ. ഈ പൗഡറിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പ്രിക്ലി ഹീറ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഉൽപ്പന്നമാണ്. ഇത് നമുക്ക് ഏത് സമയത്ത് ഏത് കുഞ്ഞുങ്ങൾക്കും പ്രസവിച്ച് കഴിയുമ്പോൾ നമ്മുടെ രാജീവ് സാർ തന്നെ പലപ്പോഴും പറയാറുണ്ട്, ഞങ്ങളൊക്കെ ഇങ്ങനെ ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്ന കുട്ടികളെ കാണാൻ പോകുമ്പോൾ നിങ്ങൾ നമ്മുടെ ഉൽപ്പന്നങ്ങൾ കൊണ്ടു കൊടുക്കുക എന്ന്. കാരണം ബേബി സോപ്പും ബേബി പൗഡറും ഇതും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ബേബി പൗഡർ സ്ഥിരമായി ഉപയോഗിക്കുന്ന കുട്ടികൾക്ക് എന്നും വിട്ടുമാറാത്ത ചുമയും കഫക്കെട്ടും ഉണ്ടാകാറുണ്ട്. ആ സ്ഥാനത്ത് നമ്മുടെ ഗാനോഷി ഈ ടാൽക്കം പൗഡർ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല. ഞാൻ 2011 തൊട്ട് ഉപയോഗിക്കുന്ന ഒരു പൗഡറാണിത്. വളരെ നല്ലൊരു ടാൽക്കമാണ്. ഇതിനകത്ത് ഗാനോഡർമ ആഡ് ചെയ്തേക്കുന്ന പൗഡറാണ്. മറ്റൊരു ഉൽപ്പന്നമാണ് നമ്മുടെ പിന്നെ നമുക്ക് ഡെയിലി നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരു ഉൽപ്പന്നമാണ് ഇത് ഡിഷ് ക്ലീൻ. നമ്മൾ എല്ലാവരും എന്നും പാത്രം കഴുകുന്നവരാണ് അല്ലേ? അപ്പൊ ഈ പാത്രം കഴുകുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ശരിക്കും കെമിക്കൽ കണ്ടന്റ് ചേർന്നിട്ടുള്ള ഉൽപ്പന്നങ്ങളായിരുന്നു. ആ സ്ഥാനത്ത് നമ്മുടെ ഈ ഒരു ഉൽപ്പന്നം ഉപയോഗിക്കുമ്പോൾ നമ്മുടെ പാത്രം ക്ലീൻ ആവുകയും ചെയ്യും. അതിനേക്കാൾ ഉപരി ഞാൻ വർഷങ്ങളോളം ഗൾഫിൽ നിന്ന് വരുന്ന ഫെയറി എന്ന് പറയുന്ന ഒരു ഉൽപ്പന്നം ഉപയോഗിച്ച വ്യക്തിയാണ്. എനിക്ക് അതല്ലാതെ മറ്റൊരു ഉൽപ്പന്നം ഉപയോഗിക്കാൻ പറ്റില്ല. എൻ്റെ കൈകൾ കംപ്ലീറ്റ് പൊട്ടുമായിരുന്നു. ആ സ്ഥാനത്ത് എനിക്ക് ഗൾഫിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ സഹോദരങ്ങൾ കൊണ്ടുവരാൻ തുടങ്ങി. അത് നിന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ നേരെ എറണാകുളത്തിലെ KC സെന്റർ എന്ന് പറയുന്ന ഒരു സ്ഥലം ഒരു ഫ്രീ ഉണ്ട്, അവിടെ ചെന്നിട്ട് അവരോട് പറഞ്ഞ് ഞാൻ ഈ സാധനം എടുപ്പിക്കുമായിരുന്നു. പക്ഷെ അത് 400 ml ഞാൻ 550 രൂപ കൊടുക്കണമായിരുന്നു. ആ സ്ഥാനത്ത് ഇതോ 500 ml 250 രൂപയെ നമുക്ക് വില വരുന്നുള്ളൂ. അപ്പൊ കൈക്കും ഗുണം, നമ്മുടെ പാത്രങ്ങൾ കഴുകുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് കെമിക്കലുകൾ പോകുന്നില്ല എന്നുള്ളത് മറ്റൊരു ഗുണം. പിന്നെ മറ്റൊന്നാണ് നമ്മുടെ രാജീവ് സാർ എപ്പോഴും പറയാറുണ്ടല്ലേ, മറ്റ് കെമിക്കൽ ചേർന്ന സോപ്പ് പൊടിയും ലിക്വിഡുകളും ഉപയോഗിച്ച് നമ്മൾ കഴിയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ദോഷവശത്തെ കുറിച്ച്. നമ്മുടെ വാഷിംഗ് മെഷീനെ എന്നും സംരക്ഷിക്കാൻ ഒന്നത്, രണ്ടാമത് നമ്മുടെ തുണികളെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കിട്ടാൻ സ്റ്റീഫൻ സ്റ്റൈലിന്റെയും അതുപോലെ കംഫർട്ടിന്റെയും ആവശ്യമില്ലാതെ തന്നെ നമ്മുടെ സോപ്പ് ഈ ലിക്വിഡ് ഉപയോഗിക്കാവുന്ന ഡൈനാക്ലീൻ ഉപയോഗിക്കാവുന്നതാണ്. നല്ല മണവുമാണ്. ഞാൻ കഴുകിയിടാറുള്ളപ്പോൾ ഈ പരിസരത്തുള്ളവർ വന്നിട്ട് ചോദിക്കും, നല്ല മണമല്ലോ, എന്താണ് ഇതെന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ ഞാൻ പറയാറുമുണ്ട് നമ്മുടെ ഉൽപ്പന്നമാണ് അത് എന്നുള്ളത്. അതുപോലെ തന്നെ മറ്റൊന്നാണ് നമ്മുടെ മൾട്ടി പർപ്പസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഉൽപ്പന്നമാണ് നമ്മുടെ മൾട്ടി ക്ലീനർ. വീടിനുള്ളിൽ കംപ്ലീറ്റ് വൃത്തിയാക്കാൻ, ടോയ്ലറ്റ് ആവട്ടെ, വാഷ് ബേസിൻ ആവട്ടെ, ഗ്യാസ് ബർണർ ആവട്ടെ, എവിടെ സിങ്ക് ആവട്ടെ, എവിടെയും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന, നമ്മുടെ വീട് ക്ലീൻ ആക്കാൻ പറ്റുന്ന ഒരു ഉൽപ്പന്നമാണ് മൾട്ടി ക്ലീനർ. അതുപോലെ നമ്മുടെ വീട്ടിലുള്ള എല്ലാ വണ്ടികളും കഴുകുന്നതിന്, കാർ കഴുകുന്നതിന്, അതുപോലെ ബൈക്ക് കഴുകുന്നതിന് ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഉൽപ്പന്നമാണ് നമ്മുടെ മൾട്ടി ക്ലീനർ എന്ന് പറയുന്നത്. അപ്പം ഇത്രയുമാണ് മറ്റു കാര്യങ്ങൾ. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രോഡക്റ്റ് ഉണ്ട്, നമ്മളുടെ സൂപ്പർ ഫുഡായിട്ട് ലോകാരോഗ്യ സംഘടന സൂപ്പർ ഫുഡ് എന്ന് പറയപ്പെടുന്ന നമ്മുടെ സ്പെർലിനയാണിത്. സ്പെർലിനയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്ലൂ ഗ്രീൻ ആൽഗയാണിത്. 120 ദിവസം കൂടുമ്പോൾ നമ്മുടെ ശരീരത്തേക്ക് ന്യൂ ബ്ലഡ് തരികയാണ് സ്പെർലിന ചെയ്യുന്നത്. വൈറ്റമിന്റെയും മിനറൽസിന്റെയും ആന്റി ഓക്സിഡന്റിന്റെയും കലവറയാണ് സ്പെർലിന. സ്പെർലിനെ കുറിച്ച് 5 വർഷക്കാലം ഐക്യരാഷ്ട്ര സംഘടന പഠനം നടത്തിയിട്ട് യാതൊരുവിധ ടോക്സിനും ഇല്ല എന്ന് കണ്ടെത്തിയ ഒരു ഫുഡാണ് ഇത് സ്പെർലിന എന്ന് പറയുന്നത്. നമ്മളൊക്കെ സൂപ്പർ എന്ന് പറയുന്നത് എന്തിനെയായിരിക്കും? സദ്യ കഴിക്കാൻ പോയിട്ട്
ആ ഭക്ഷണത്തിനെയായിരിക്കും നമ്മളൊക്കെ സൂപ്പർ എന്ന് പറയുന്നത് അല്ലേ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ശരീരത്തിന് വേണ്ടത്ര അളവിൽ വേണ്ടുന്ന എല്ലാ പോഷകങ്ങളും തരുന്ന ഭക്ഷണത്തിനെയാണ് സൂപ്പർ ഫുഡ് എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ സ്പൈർലിന. ഇത് ആർക്ക് വേണമെങ്കിലും കൊടുക്കാവുന്ന ഒരു ഉൽപ്പന്നമാണ്. തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്നാണ് പറയുന്നത്. എന്റെ മകൾ പ്രഗ്നന്റ് ആയി നിന്ന സമയത്ത് ഞാൻ ധാരാളം കൊടുത്ത ഒരു ഉൽപ്പന്നമാണ് സ്പൈർലിന. കാരണം അതിന്റെ ആ ഒരു ഇത് അറിയാനുമുണ്ട്. കാരണം എന്റെ കൊച്ചുമകൾ ഭയങ്കര എനർജറ്റിക് ആണ്. ഇപ്പോഴും അയാൾ തട്ടിയിട്ട് കപ്പലണ്ട് കഴിക്കുന്ന പോലെ കഴിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് സ്പൈർലിന എന്ന് പറയുന്നത്. കാരണം അത്രയ്ക്ക് ബുദ്ധിയും എനർജറ്റിക്കുമാണ് എന്റെ കുഞ്ഞു വാവയെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ സ്പൈറലിനകത്ത് വൈറ്റമിൻ എ ഉണ്ട്, വൈറ്റമിൻ ബി ഉണ്ട്, വൈറ്റമിൻ സി ഉണ്ട്, ഡി ഉണ്ട്, കെ ഉണ്ട്. ഇങ്ങനെയുള്ള എല്ലാ വൈറ്റമിൻസും ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ B1, B2, B3, B6, B12 വരെയുള്ള എല്ലാ വൈറ്റമിൻസും ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ 22 അമിനോ ആസിഡ്സിൽ 18 എണ്ണവും സ്പൈറലിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ബാക്കി 4 എണ്ണം നമ്മുടെ ശരീരം ഉൽപ്പാദിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആർക്കും നമ്മുടെ കുഞ്ഞുങ്ങളൊന്നും അവരുടെ ദേശീയ ഭക്ഷണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊറോട്ടയും ചിക്കനുമാണ്. അവരുടെ ശരീരത്ത് പച്ചിലകൾ ഒന്നും തന്നെയും ചെല്ലുന്നില്ല. അവരുടെ ശരീരത്ത് അവർ പഠിക്കാതിരിക്കുമ്പോൾ മാതാപിതാക്കൾ അവരെ എടുത്തിട്ട് അടിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല. കാരണം ആ കുഞ്ഞുങ്ങളുടെ ബ്ലഡിനകത്ത് അയൺ കണ്ടന്റ് ഉണ്ടോ, അവരുടെ HB ലെവൽ കറക്റ്റ് ആണോ, ഇതൊന്നും നോക്കാറില്ല. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ആഹാരമാണ് ഇത് സ്പൈർലിന എന്ന് പറയുന്നത്. അതുപോലെ പ്രമേഹ രോഗികൾക്ക് ശരിക്കും ഭക്ഷണ സമയത്ത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല ഷിവറിങ് ഉണ്ടാവാറുണ്ട്. ആ സ്ഥാനത്ത് നമ്മൾ സ്പൈർലിന കൊടുക്കുകയാണെങ്കിൽ അവരുടെ ശരീരത്തിന് വേണ്ടുന്ന വിറ്റാമിൻ B6 കിട്ടും, മെഗ്നീഷ്യം കിട്ടും, അവരുടെ ആ വിറയലിനെ മാറ്റിയെടുക്കാൻ പറ്റും. അപ്പൊ അത്രയ്ക്ക് പോഷണം തരുന്ന ഒരു സമ്പൂർണ്ണ ഭക്ഷണമാണ് ഇത് സ്പൈർലിന എന്ന് പറയുന്ന ഈ ഒരു ഉൽപ്പന്നം. ഇനി ഇതിനെക്കുറിച്ച് വല്ല ആധികാരികതയും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ധാരാളം റിപ്പോർട്ടുകൾ അതിനെക്കുറിച്ചും നമുക്ക് വന്നിട്ടുണ്ട്. അല്ലേ? സ്പൈർലിന വരുന്നു സ്പൈസ് സൂപ്പർ ആഹാരം എന്നാണ് ഇതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. WHO പറയുന്നുണ്ട് സ്പൈർലിനെ കുറിച്ച്. അതുപോലെ രോഗങ്ങളെ കാക്കും ആൽഗ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ കോവിഡ് വന്ന സമയത്ത് എല്ലാവരും എന്തിന്റെ പുറകിലോടി, പ്രതിരോധ ശേഷി കിട്ടാതെയും ഒക്കെ ഒരുപാട് പേര് വലഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അടുത്ത വൈറസും നമ്മുടെ നാട്ടിലേക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട് അല്ലെ? ചൈനയിൽ നിന്ന് അടുത്ത വൈറസും വരുന്നുണ്ട്. അപ്പൊ എല്ലാവരും, എന്നെ കേൾക്കുന്ന എല്ലാവരും ശരിക്കും RGGL-ഉം സ്പൈറലിനെയും ഒക്കെ ഞാൻ കുടഞ്ഞിട്ട് കഴിക്കുന്നത് പോലെ നിങ്ങളും കഴിക്കുക. കഴിച്ചിട്ട് നിങ്ങളുടെ ആരോഗ്യം ആദ്യം സംരക്ഷിക്കുക. അതിനുശേഷം മാത്രം നിങ്ങൾ മറ്റുള്ളവരിലേക്ക് അത് എത്തിച്ചു കൊടുക്കുക. അതാണ് വേണ്ടുന്നത്. പിന്നെ നമുക്ക് മറ്റൊരു ഉൽപ്പന്നവും കൂടെ ഉണ്ട്, നോനി ജ്യൂസ്. നോനിയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ 160-ൽ പരം ന്യൂട്രാസൂട്ടിക്കൽസ് അടങ്ങിയ ഒരു ഉൽപ്പന്നമാണ് നോനി. അതുപോലെ തന്നെ മോറിൻഷി ജ്യൂസ് റോസല്ലയുമായിട്ട് ആഡ് ചെയ്തിരിക്കുന്നു. നോനി കുടംപുളിയുമായിട്ട് ആഡ് ചെയ്ത് പ്രോസസ്സിങ് ചെയ്തിരിക്കുന്നു. ഇതാണ് ഇതിന്റെ പ്രത്യേകത. നമ്മുടെ ശരീരത്തിലെ വേദനകളെ അകറ്റാൻ ഏറ്റവും നല്ലൊരു ഉൽപ്പന്നമാണ് നോനി ജ്യൂസ്. നോനി ജ്യൂസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരീരത്തിന് വേണ്ടുന്ന അയൺ കണ്ടന്റ് ധാരാളമായിട്ട് അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതുപോലെ നൈട്രിക് ആസിഡ് ധാരാളമായി അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അതൊരു വേദന സംഹാരിയാണ്. അതുപോലെ തന്നെ സ്ത്രീകളുടെ ഉത്തമ സുഹൃത്താണ്. യൂട്രൻസിനുള്ളിൽ വരുന്ന ഫൈബ്രോയിഡ്, മുഴകള്, ഇതിനെയൊക്കെ അലിയിച്ച് കളയാൻ നമ്മുടെ നോനി ജ്യൂസിന് കപ്പാസിറ്റി ഉണ്ട്. വിട്ടുമാറാത്ത ചുമയും പനിയും ഒക്കെ ഉള്ള കുട്ടികൾക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ റോസല്ല ജ്യൂസ്, ഇതൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ വാങ്ങിച്ചു വെക്കുക. അതുപോലെ മറ്റൊരു ഉൽപ്പന്നമാണ് ദാഹം അകറ്റാൻ. ഇനി അങ്ങോട്ട് എന്തിന്റെ കാലഘട്ടമാണ്? ചൂടിന്റെ കാലഘട്ടമാണ്. അപ്പൊ ആ ചൂടിനെ അകറ്റാൻ, ആ ക്ഷീണത്തിനെ മാറ്റാൻ ഏറ്റവും നല്ലൊരു ഉൽപ്പന്നമാണ് നാരങ്ങ വെള്ളം. എല്ലാവരും കുടിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് അല്ലെ? അപ്പൊ അവിടെ നമുക്ക് നാരങ്ങയും ഗ്യാനോഡർമയും ടീയും കൂടെ ചേർത്തിട്ട് ലെമൺ ഷീ ആയിട്ട് നമുക്ക് ഒരു ഉൽപ്പന്നം നമ്മുടെ കമ്പനി തന്നിട്ടുണ്ട്. എന്നാ ടേസ്റ്റാണ് അത് ഉപയോഗിക്കുന്നതിന്. അപ്പൊ അങ്ങനെയുള്ള ഒത്തിരി ഉൽപ്പന്നങ്ങളാണ് ഇനിയും നമുക്ക് വരാൻ പോകുന്നു. ഇത്രയുമാണ് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ടവരോട് പ്രോഡക്ട്സിനെ കുറിച്ച് പറഞ്ഞു തരാനുള്ളത്. ഇനിയും വന്നിട്ടുണ്ട് ഒരുപാട് പ്രോഡക്റ്റ്. ഇപ്പൊ ഒരു സൂപ്പർ ഗ്രീൻ എന്നും പറഞ്ഞ് മറ്റൊരു ഉൽപ്പന്നവും നമുക്ക് വന്നിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ പൂർണ്ണ ഹെൽത്താണ് അത് നമുക്ക് തരുന്നത്. എള്ളിന്റെ പൊടി, ബീട്രൂട്ടിന്റെ പൊടി, അങ്ങനെ ഏലക്ക, മറ്റ് ഗ്രാമ്പു, ഇങ്ങനെയുള്ള എല്ലാ കണ്ടന്റുകൾ, ചീര, ഇതെല്ലാം ചേർന്നിട്ട് വരുന്ന ഒരു സൂപ്പർ ഉൽപ്പന്നമാണ് ഇത് സൂപ്പർ ഗ്രീൻ എന്ന് പറയുന്നത്. അപ്പം ഇത്രയുമാണ് പ്രോഡക്ട്സുകളെ കുറിച്ച് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്. അടുത്ത ഇനി എങ്ങനെ പൈസ കിട്ടി, എങ്ങനെ വരുമാനം നേടാം എന്നുള്ള അതിനെ കുറിച്ചും കൂടെയാണ് ഞാൻ വേഗത്തിൽ പറഞ്ഞു തരാൻ സമയം പോകുന്നുണ്ട്. അപ്പം നമുക്ക് കമ്പനി തന്നിരിക്കുന്ന പ്രോഡക്റ്റുകൾ ധാരാളം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു തന്നു. അപ്പം നമ്മുടെ ഇനി അടുത്തത് നമ്മുടെ മാർക്കറ്റിംഗ് പ്ലാൻ ആണ്. മാർക്കറ്റിംഗ് പ്ലാൻ പറയുമ്പോൾ ശരിക്കും
കമ്പനി നമുക്ക് തന്നിരിക്കുന്ന എന്താണ്, 6 മുതൽ 37% വരെയാണ് നമ്മുടെ പ്ലാൻ തന്നിരിക്കുന്നത്. ഈ 37%, 6% നിങ്ങൾ പുത്തൻ കൂട്ടുകാർ ഇതിനകത്ത് ധാരാളം ഉണ്ടായിരിക്കാം. എന്നെ കേൾക്കുന്ന പുത്തൻ കൂട്ടുകാരോടാണ് ഞാൻ പറയുന്നത്, ഇന്ന് ഒരാൾ വന്ന് നമ്മുടെ ഒരു ഡിസ്കൗണ്ട് കാർഡ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 18 വയസ്സ് പൂർത്തിയാവുക, നിങ്ങളുടെ ഒരു ഫോട്ടോ കൊടുക്കുക, ബാങ്ക് പാസ്ബുക്കിന്റെ ഫ്രണ്ട് പേജ് കോപ്പി, അതുപോലെ തന്നെ ആധാറിന്റെ കോപ്പി, അതുപോലെ പാൻ കാർഡിന്റെ കോപ്പി, ഇത്രയും പ്രൂഫുകളൂടെ കൊടുത്തിട്ട് നിങ്ങൾ നമ്മുടെ ഫോമിനകത്ത് 4 ഒപ്പിട്ട് തന്ന് നിങ്ങൾ അത് മെമ്പർഷിപ്പ് എൻട്രി ആക്കിക്കുക. എൻട്രി ആക്കുന്ന സമയത്ത് നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു പാസ്വേഡും ഒരു ID നമ്പരും വരുന്നുണ്ട്. അത് മറ്റൊരാൾക്ക് അറിയില്ല. അത് നിങ്ങൾ സൂക്ഷിച്ച് വെക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടുന്നത് നിങ്ങളുടെ വീട്ടാവശ്യത്തിനുള്ള എല്ലാ പ്രോഡക്റ്റുകളും എടുക്കുക. എല്ലാ പ്രോഡക്റ്റും എടുത്തു വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല ഒരു പോയിന്റ് അവിടെ കിട്ടും. നമ്മുടെ പ്രോഡക്റ്റുകൾ പോയിന്റ് വാല്യൂവിന്റെ സിസ്റ്റത്തിലാണ് പോകുന്നത്, PVയുടെ സിസ്റ്റത്തിൽ, അതായത് പോയിന്റ് വാല്യൂ എന്നുള്ള സിസ്റ്റത്തിലാണ് പോകുന്നത്. നമുക്ക് എല്ലാ 10-ാം തീയതി നമ്മുടെ കമ്പനി എന്ത് തരുന്നുണ്ട്, ബോണസ് തരുന്നുണ്ട്. ഇത് കറക്റ്റ് 10-ാം തീയതി തന്നെ തരുന്നതാണ്. നോട്ട് നിരോധനം വന്ന സമയത്തും ഞങ്ങൾക്ക് 8-ാം തീയതിയോ 7-ാം തീയതിയോ ഒക്കെ ആയിട്ട് ഞങ്ങൾക്ക് ബോണസ് കിട്ടിയവരാണ്. അപ്പൊ ആ ഒരു ബോണസ് നമുക്ക് SBയുടെ കാൽക്കുലേഷനിലാണ്, സെയിൽസ് വാല്യൂവിന്റെ കാൽക്കുലേഷനിലാണ് കമ്പനി നൽകുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടുന്ന, എന്റെ പുത്തൻ കൂട്ടുകാർ ചെയ്യേണ്ടുന്ന എന്താണെന്ന് ചോദിച്ചാൽ, പല്ല് തേക്കാനുള്ള ബ്രഷ് തൊട്ട് നമുക്ക് ധാരാളം പ്രോഡക്ട്സുകൾ കമ്പനി തന്നിട്ടുണ്ട്. സോറി, ഞാൻ വിട്ടുപോയ ഒരു കാര്യമാണ്. നമുക്ക് അലോവിയുടെ പ്രോഡക്ട്സുകൾ തന്നിട്ടുണ്ട്. അലോവിയുടെ ക്ലെൻസിങ് ജെല്ല് തന്നിട്ടുണ്ട്, ബോഡി ലോഷൻ തന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു സൗന്ദര്യം ആഗ്രഹിക്കുന്നവർക്ക്, നിങ്ങൾക്ക് സൗന്ദര്യം വരുത്താനുള്ള വേറെ 4 കൂട്ടം ഉൽപ്പന്നം കൂടെ നമ്മുടെ കമ്പനി നമുക്ക് തന്നിട്ടുണ്ട്. അതും ബ്യൂട്ടി കിറ്റായിട്ട് നിങ്ങൾക്ക് എടുത്തു കൊടുക്കാൻ പറ്റുന്ന ഒരു ഉൽപ്പന്നമാണത്. അപ്പൊ ഞാൻ ഉപയോഗിക്കുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് എല്ലാ പ്രോഡക്റ്റും ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ഒന്നുമില്ല ഞാൻ ഉപയോഗിക്കാതെ ഞാൻ മറ്റൊരാൾക്കും പറഞ്ഞു കൊടുക്കുകയില്ല. അത് എൻ്റെ ഒരു നേച്ചർ തന്നെയാണ്. കാരണം ഞാൻ ഉപയോഗിക്കാതെ എനിക്കൊരു കോൺഫിഡൻസ് ഇല്ലാതെ എനിക്കൊരാളിനോട് ഇത് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അതാണ് എൻ്റെ പ്രത്യേകത. അപ്പം നമ്മൾ അങ്ങനെ ഒരു ഡിസ്കൗണ്ട് കാർഡ് എടുക്കുക. എടുത്തതിന് ശേഷം ആദ്യം നമ്മുടെ വീടിനകത്തേക്ക് നമ്മുടെ വീട്ടിലെ ബ്രാൻഡുകളെ മാറ്റുക. അതായത് നമ്മൾ എല്ലാവരും എല്ലാ നിത്യോപയോഗ സാധനങ്ങൾ ഉപയോഗിക്കുന്നത്, പല്ല് തേക്കുന്ന ബ്രഷ് മുതൽ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം നമ്മുടെ പ്ലാസ്റ്റിക്കിന്റെ ബ്രഷിനെ മാറ്റണം. മാറ്റിയിട്ട് നമ്മളുടെ ഓർഗാനിക് ആയിട്ടുള്ള നമ്മുടെ ബ്രഷ് ഉപയോഗിക്കണം. അവിടെ നിന്ന് പേസ്റ്റിനെ മാറ്റിയിട്ട് നമ്മുടെ പേസ്റ്റ് ഉപയോഗിക്കണം. അത് കഴിഞ്ഞ് നമ്മുടെ സോപ്പ് ഉപയോഗിക്കണം. പിന്നെ ടീ ഉപയോഗിക്കണം. ടീയോ കോഫിയോ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ അത് ഉപയോഗിക്കണം. അത് കഴിഞ്ഞ് ഹോർലിക്സ്, കോംപ്ലാൻ ഇങ്ങനെയുള്ള സാധനങ്ങൾ ധാരാളമുണ്ട്. ഇതിനെ മാറ്റി വെച്ചിട്ട് നമ്മുടെ കോഫി ഉപയോഗിക്കുക. അപ്പൊ അങ്ങനെ അത് കഴിഞ്ഞിട്ട് എണ്ണയുടെ ബ്രാൻഡ് മാറ്റി കഴിയുമ്പോൾ ഇന്ന് നമുക്ക് കിട്ടുന്ന വെളിച്ചെണ്ണ എങ്ങനെയുള്ളതാണ്, ധാരാളം കെമിക്കൽ ചേർന്നതും പാരാഫിൽ ചേർന്നതുമായിട്ടുള്ള വെളിച്ചെണ്ണയാണ് കിട്ടുന്നത്. അപ്പൊ ആ സ്ഥാനത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഉൽപ്പന്നമാണ് നമ്മുടെ റൈസ് ബ്രാൻ ഓയിൽ, അതുപോലെ നമ്മുടെ വെർജിൻ കോക്കനട്ട് ഓയിൽ, ഇതൊക്കെ ഉപയോഗിക്കുക. അതുപോലെ ശർക്കര നമുക്കിന്ന് ജാഗരി പൗഡറായിട്ട് ശുദ്ധമായ ശർക്കര നമ്മുടെ കയ്യിലേക്ക് കമ്പനി തന്നിട്ടുണ്ട്. അപ്പൊ ഇത്രയും സാധനങ്ങൾ, പിന്നെ നിങ്ങളുടെ വാഷിംഗ് മെഷീൻ ലിക്വിഡ്, ഉപ്പ്, ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നിങ്ങൾ തന്നെ ഒരു വീട്ടിലേക്ക് ഉപയോഗിക്കാനുള്ളത് എടുത്തു നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് കിട്ടും, നിങ്ങൾക്ക് ഒരു PV കിട്ടും. ഒരു 2000 അല്ലെങ്കിൽ 3000 രൂപയുടെ സാധനം നമ്മുടെ വീട്ടിൽ തന്നെ ഉപയോഗിക്കാൻ നമുക്ക് വേണം. നമ്മൾ അങ്ങനെ ഉപയോഗിച്ചിട്ട് നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്തൊക്കെയാണെന്ന് മായം ചേർക്കാതെ സത്യസന്ധമായിട്ട് നമ്മുടെ കൂട്ടുകാർക്ക്, നമ്മുടെ സഹോദരങ്ങൾക്ക്, നമ്മുടെ വീടുകളിലേക്ക്, മറ്റു വീടുകളിലേക്ക്, നമ്മുടെ അയൽപക്കത്തേക്ക് ഒക്കെ എത്തിക്കാൻ ശ്രമിക്കുക. അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു പൈസ ആവശ്യമുള്ള ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും കൈ നിറയെ പണം തരുന്ന ഒരു പ്രസ്ഥാനമാണ് DXN എന്ന് പറയുന്നത്. എൻ്റെ ജീവിതം മാറ്റിമറിച്ച ഒരു പ്രസ്ഥാനമാണ് DXN എന്ന് പറയുന്നത്. ഞാൻ ആരും ഇല്ലാതെ ഈ വീടിനുള്ളിൽ 2 പിഞ്ചു കുഞ്ഞുങ്ങളെയും കൊണ്ട് കഴിഞ്ഞുകൂടിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. രാത്രി ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു അത്. കാരണം 12 മണിക്കും 1 മണിക്കും ഒക്കെ ഞാൻ എനിക്ക് വിളിച്ചിട്ട് ഞാൻ പറയും എനിക്ക് പേടിയാകുന്നു എന്ന്. കാരണം എൻ്റെ മക്കൾ 2 ചെറുതാണ്. ആ ഒരു സാഹചര്യത്തിൽ നിന്നാണ് ഞാൻ ഇവിടേക്ക് വന്നത്. ഇത് പുറത്തോട്ട് ഇറങ്ങണമെങ്കിൽ എനിക്ക് 2 പേര് കൂട്ടുവേണം. അങ്ങനത്തെ ഒരു സാഹചര്യം. ഇന്ന് അങ്ങനെയൊന്നുമില്ല. ഇന്ന് എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും മാറ്റം ഇട്ടുകൊണ്ട് ഇന്ന് എവിടെ വേണമെങ്കിലും പോകാനുള്ള ഒരു കോൺഫിഡൻസ് കിട്ടിയത്, അതുപോലെ ആരുടെ മുന്നിലും പോയി നിന്ന് ക്ലാസ് എടുക്കാനുള്ള ഒരു കപ്പാസിറ്റി കിട്ടിയത്, ഇതൊക്കെ ഈ ഒരു പ്രസ്ഥാനത്തിലൂടെയാണ്. അപ്പൊ നിങ്ങൾ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന മറ്റൊരു നേട്ടം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഒരു മെമ്പർഷിപ്പ് എടുക്കുന്നതിന് പൈസ വേണ്ട. നമുക്ക് ലൈഫിൽ ലോങ് കിട്ടുന്ന ഒരു മെമ്പർഷിപ്പാണ്. അത് ഇടയ്ക്കിടയ്ക്ക് റിന്യൂവൽ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ പ്രോഡക്റ്റുകൾ 100% ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ്, 100% ക്വാണ്ടിറ്റി ഉള്ള പ്രോഡക്റ്റ് ആണ്. ആരുടെ മുന്നിലും നമുക്ക് യാതൊരു മടിയും ഇല്ലാതെ കൊണ്ടു കൊടുക്കാൻ പറ്റുന്ന ഉൽപ്പന്നമാണ് നമ്മുടെ പ്രോഡക്റ്റുകൾ. അത് ആദ്യം എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ മനസ്സിലാക്കുക. നിങ്ങൾ ഉപയോഗിക്കാതെ ഒരിക്കലും നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. കാരണം ഓരോ പ്രശ്നങ്ങളും, നമ്മുടെ ബോഡിയിൽ ധാരാളം പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളെയൊക്കെ പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരും ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കണം. ഉപയോഗിച്ചെങ്കിൽ മാത്രമേ നമുക്കിത് പറഞ്ഞു കൊടുക്കാൻ
പറ്റുകയുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന ഇൻകം 6% ഇൻകം ആണോ നമുക്ക് വേണ്ടുന്നത്? അല്ല. നമുക്ക് വേണ്ടുന്നത് 9% ആണോ? അല്ല. നമുക്ക് വേണ്ടുന്നത് കൈ നിറയെ പണമാണ്. ആഗ്രഹം അനുസരിച്ച് പണം മേടിക്കണം. അതിനു വേണ്ടി നമ്മൾ വർക്ക് ചെയ്യണം. ഞാൻ ഒരു ആയ സമയത്ത് 1,00,000-ന് മേൽ PV എടുത്തുകൊണ്ട് ഞാൻ റൂബിയായ ആ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വേഗത്തിൽ ഞാൻ ഡയമണ്ട് എന്നുള്ള പൊസിഷനിലേക്ക് വന്ന സമയത്ത് അപ്പോൾ ഞാൻ ആദ്യം തന്നെ സ്റ്റാർ ഏജന്റ് ആയത് എങ്ങനെയെന്ന് ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. ഞാൻ സ്റ്റാർ ഏജന്റ് ആയി എൻ്റെ വീടിന്റെ തൊട്ടടുത്ത് വീട്ടിലെ ചേച്ചിയായിരുന്നു, എൻ്റെ മക്കളെ വളർത്തിയ ചേച്ചിയായിരുന്നു ലളിത ജെ. നിങ്ങൾക്കെല്ലാം അറിയാവുന്ന മേഡം. അദ്ദേഹത്തിനാണ് ആദ്യം ഞാൻ ഈ പ്രോഡക്റ്റ് കൊണ്ടുപോയി കൊടുക്കുന്നത്. അദ്ദേഹത്തിനെ ഞാൻ സ്റ്റാർ ഏജന്റ് ആക്കി. അതുപോലെ എൻ്റെ വീടിന്റെ ബാക്കിലുള്ള, ഞാൻ ഇന്ന് താമസിക്കുന്ന വീടിന്റെ ബാക്കിലുള്ള എൻ്റെ മോളി ബാബു എന്ന് പറയുന്ന ആ മേഡത്തിന് ഞാൻ കൊണ്ട് കൊടുത്തു. അടുത്തത് എൻ്റെ മറ്റൊരു ലഭ്യത. ഇങ്ങനെ ഓരോരുത്തരും ഞാനിത് എത്തിക്കുകയാണ് ചെയ്തത്. അപ്പൊ അവരെല്ലാം ഞാൻ സ്റ്റാർ ഏജന്റ് ആക്കി. അങ്ങനെ സ്റ്റാർ റൂബി ആയി. അത് കഴിഞ്ഞിട്ട് വീണ്ടും 3 ലെഗ് ഓപ്പൺ ചെയ്തു. അവരെയും ഞാൻ സ്റ്റാർ ഏജന്റ് ആക്കി. ഞാൻ സ്റ്റാർ ഡയമണ്ട് ആക്കി. ആ ഡയമണ്ട് പൊസിഷനിൽ എത്തിയ സമയം കഴിഞ്ഞപ്പോൾ തന്നെ ആര് ഡയമണ്ട് ആയി? ലളിത മാഡം ഡയമണ്ട് ആയി. അതുപോലെ ഹരിപ്പാട് ഒരു ടീം വന്നു. അവരും ആരായി മാറി? ഡയമണ്ട് ആയി മാറി. ഇന്ന് 2 സൈഡിലായിട്ട് 6 ഡയമണ്ടിനെ ക്രിയേറ്റ് ചെയ്തേക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. 2 ലെഗിലായിട്ട് 6 ഡയമണ്ട് ഉണ്ട്, 2 റൂബീസ് നിൽപ്പുണ്ട്, അതുപോലെ സ്റ്റാർ ഏജൻസ് ഉണ്ട്. അടുത്ത സ്റ്റെപ്പ് ഉയർത്തുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു ലക്ഷ്യം തന്നെ. അപ്പൊ നമ്മുടെ പ്രോഡക്ട്സുകൾ, നമ്മുടെ മാർക്കറ്റിംഗ് പ്ലാൻ, അതാണ് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു പ്ലാൻ തന്നിരിക്കുന്നത് കമ്പനി. നമുക്ക് 6 മുതൽ 37% വരെ എന്നുള്ളതാണ് തന്നിരിക്കുന്നത്. നമുക്ക് തന്നേക്കുന്ന പ്രത്യേകത 9 തരത്തിൽ ആനുകൂല്യങ്ങൾ നമ്മുടെ കമ്പനി നമുക്ക് തരുന്നുണ്ട്. വിത്തത് റീറ്റെയിൽ പ്രോഫിറ്റ് ആണ് തരുന്നത്. നമ്മൾ ഏതൊരു സാധനം വിറ്റാലും അതിനൊരു പ്രോഫിറ്റ് നമ്മുടെ കമ്പനി തന്നെ. കച്ചി കെട്ടാനുള്ള വള്ളി കച്ചിയിൽ തന്നെ ഉണ്ട് എന്ന് പറയുന്നത് പോലെ, എക്സാമ്പിൾ നമ്മളൊരു പേസ്റ്റ് നമുക്ക് 310 രൂപയ്ക്ക് കിട്ടുന്നു, നമ്മൾ വിൽക്കുമ്പോൾ അത് 375 രൂപയ്ക്കാണ് വിൽക്കുന്നത്. അവിടെ 65 രൂപ നമുക്ക് സ്പോട്ട് കമ്മീഷനായിട്ട് കിട്ടുന്നു. ഞാനൊക്കെ ചെയ്ത സമയത്ത് വെറും 10 രൂപയായിരുന്നു നമുക്ക് കിട്ടുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയ കാലം പോയ പോക്ക്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് നമ്മളെ ഇവിടം വരെ കൊണ്ട് എത്തിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഓരോ വരുമാനത്തിനെയും നമ്മൾ എന്താക്കി മാറ്റണം? നമ്മളുടെ ഓരോ വ്യക്തികൾക്കും നമ്മൾ കൊടുക്കുന്ന പ്രോഡക്ട്സുകളെ, അവരെയെല്ലാം, ഞാൻ എൻ്റെ മെമ്പർമാരെ എല്ലാം, ഞാൻ എൻ്റെ കൺസ്യൂമേഴ്സിനെ കംപ്ലീറ്റ് ഞാൻ ആരാക്കി മാറ്റി? എൻ്റെ മെമ്പർമാരാക്കി മാറ്റി. ഞാൻ ഇന്ന് അവർക്ക് പ്രോഡക്റ്റ് കൊടുത്തോണ്ടിരുന്നാൽ അവർക്ക് വേറെ ആരെങ്കിലും കൊണ്ടുവന്ന് കൊടുക്കില്ലേ? അപ്പൊ ആ ഒരു ഇത് ഞാൻ മാറ്റിയെടുത്തു. അതുപോലെ നമുക്ക് സ്റ്റാർ ഗ്രൂപ്പ് ബോണസ് തരുന്നുണ്ട്, ഡെവലപ്മെന്റ് ബോണസ് തരുന്നുണ്ട്, ലീഡർഷിപ്പ് ബോണസ് തരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ക്യാഷ് ഇൻസെന്റീവ് 2 വട്ടം തരുന്നുണ്ട്. അതായത് ഒരാൾ ഞാൻ സ്റ്റാർ ഏജന്റ് ആകുകയും എൻ്റെ താഴെ 3 സ്റ്റാർ ഏജന്റിനെ ക്രിയേറ്റ് ചെയ്ത് ഞാൻ റൂബി എന്ന പൊസിഷനിൽ എത്തുകയും ഈ വന്ന സ്റ്റാർ ഏജന്റുകൾക്ക് 60,000 പോയിന്റ് എത്തുമ്പോൾ ഇന്ന് കമ്പനി തരുന്നത് 15,000 രൂപയാണ്. അന്ന് ഞാൻ വാങ്ങിച്ചത് 12,500. ആ സ്ഥാനത്ത് നിന്ന് വന്നവരല്ലേ ഭാഗ്യവാന്മാര്. അതുപോലെ തന്നെ 1,20,000 രൂപ ഇന്ന് 5 സ്റ്റാർ റൂബീസിനെ ക്രിയേറ്റ് ചെയ്താൽ ആ വ്യക്തിക്ക് കിട്ടുന്നുണ്ട്. അത് വാങ്ങിയ നമുക്ക് അറിയാം, നമ്മുടെ പ്രിയപ്പെട്ട സുമ മാഡത്തിനെ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? അപ്പൊ അങ്ങനെ വാങ്ങിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് നമ്മുടെ കമ്പനി മാറ്റിയിട്ടുണ്ട്. അതുപോലെ ധാരാളം ട്രാവലിംഗ് ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥ. എൻ്റെ കേരളത്തിലെ എല്ലാ ട്രിപ്പുകളും വിൻ ചെയ്തത് എൻ്റെ മക്കളെയും കൂട്ടി, എൻ്റെ ഫാമിലിയായിട്ട് ഞാൻ പോയിട്ടുള്ളത് എല്ലാം DXN-ലൂടെയാണ്. എൻ്റെയൊക്കെ ഗൾഫിൽ നിന്ന് വരുമ്പോൾ എൻ്റെ മക്കൾ പ്ലാൻ ചെയ്യും, അവിടെ പോകണം ഇവിടെ പോകണം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ 1 മാസത്തെ ലീവിന് വരുന്ന ആള് നേരെ കിടക്കുന്നത് ബെഡിലോട്ടായിരിക്കും. കാരണം അദ്ദേഹത്തിന്റെ നടുവിന്റെ പ്രോബ്ലം കൊണ്ടാണ്. ഇന്ന് വരെ 1,65,000 രൂപ അമൃത വിലയിട്ട മുട്ട് ഈ നിമിഷം വരെയും ഞാൻ ചെലവാക്കിയിട്ടില്ല. ഞാൻ പ്രോഡക്റ്റുകൾ മാത്രം കൊടുത്തിട്ട് അദ്ദേഹത്തിനെ പൂർണ്ണ ആരോഗ്യവനായിട്ട് എനിക്ക് തിരിച്ചു തരികയാണ് ദൈവം ചെയ്തത്. അപ്പൊ ഞാൻ ഈ പ്രോഡക്റ്റിനെ എങ്ങനെ സ്നേഹിക്കണമെന്ന് നിങ്ങൾ ഓരോരുത്തരും പറഞ്ഞതാ. എൻ്റെ കുഞ്ഞുങ്ങളെ പോലെ, അതിനേക്കാൾ ഉപരി ഞാൻ ഈ പ്രോഡക്റ്റുകളെ സ്നേഹിക്കുന്നുണ്ട്. കാരണം ഈ പ്രോഡക്റ്റ് എൻ്റെ ഒരു വീക്ക്നെസ് ആണ്. അത് കഴിച്ചില്ലെങ്കിൽ പോലും എനിക്കൊരു വല്ലാത്ത എന്തോന്നാണ്. അപ്പൊ അത്രമാത്രം ഇതായിട്ട് എൻ്റെ വീട്ടിനകത്ത് ഒരു സാധനം ഞാൻ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതില്ല. ഇതെല്ലാം ഏതെല്ലാം പ്രോഡക്റ്റ് ഇറക്കുന്നുണ്ടോ ആ പ്രോഡക്റ്റുകളെല്ലാം ഞാൻ ഉപയോഗിക്കുന്നുണ്ട്, ഞാൻ വാങ്ങിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് വേണ്ടുന്ന എല്ലാ വരുമാനവും തരുന്ന ഒരു പ്രസ്ഥാനമാണ് DXN എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും ആത്മാർത്ഥമായിട്ട് DXN കമ്പനിയെ സ്നേഹിക്കണം. അതുപോലെ തന്നെ നമുക്ക് ഒരു പ്രോഡക്റ്റ് വിറ്റിട്ടായാലും നമുക്ക് സമ്പന്നതയിലേക്ക് പോകും. കൂടാതെ നമുക്കിപ്പോഴാണെങ്കിൽ മറ്റൊന്ന് തരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമുക്ക് എല്ലാവർക്കും മോർണിംഗ് പാക്കേജ് ആണ് സാർ തന്നുകൊണ്ടിരിക്കുന്നത് അല്ലെ? ഒരു ബ്രഷ്, ഒരു പേസ്റ്റ്, ഒരു സോപ്പ്, ഒരു ടീ. ഈ 4 പ്രോഡക്റ്റുകൾ നിങ്ങൾ ഒരാൾ ഡിസ്ട്രിബ്യൂഷൻ എടുത്തതിന് ശേഷം കുറച്ച് വീടുകളിലേക്ക്, 10 വീടുകളിലേക്ക് എത്തിക്കുക. അങ്ങനെ വരുമ്പോൾ അവിടെ നിന്നും 2,000 രൂപ നിങ്ങൾക്ക് നേടാൻ പറ്റും. അതുപോലെ തന്നെ അതിനുശേഷം നിങ്ങൾ 6 പേരെ ക്രിയേറ്റ് ചെയ്യുക. ഈ 6 പേരിലേക്ക് നിങ്ങൾ അത് കൊടുക്കാൻ ശ്രമിക്കുക. 6 പേരെ കൊണ്ട് ഇത് കൊടുപ്പിക്കാൻ ശ്രമിക്കുക. അതുപോലെ അങ്ങനെ വരുമ്പോൾ 4,000 രൂപ
നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. ഈ 6 പേർക്ക് 2000 രൂപ കിട്ടും. അതുപോലെ തന്നെ 6 പേര് വീണ്ടും 6 പേരെ വെച്ച് വരുമ്പോൾ 36 പേര് വരും. ഈ 36 പേരിലേക്കും 2000 രൂപ വെച്ച് കിട്ടും. അതുപോലെ മോളിൽ നിന്ന വ്യക്തിക്ക് 4000 കിട്ടും. ആദ്യം കൊണ്ടുവന്ന ആളിന് ആ വ്യക്തിക്ക് 20,000 രൂപ കിട്ടും. ഇത് ഇങ്ങനെ കൂടി 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 നമുക്ക് എവിടെ പോയി 216 മെമ്പേഴ്സിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും. അവിടെ നിന്ന് 2 ലക്ഷം രൂപ ഇൻകം വാങ്ങുന്ന തരത്തിലേക്ക് നമ്മളെ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു പ്രസ്ഥാനമാണ് DXN. അത് ആദ്യം മനസ്സിലാക്കുക. അപ്പം എനിക്ക് കിട്ടിയ സൗഭാഗ്യങ്ങൾ ഞാൻ പറഞ്ഞു. ഈ പൈസ ഈ DXNന്റെ വരുമാനം കൊണ്ട് തന്നെ ഞാൻ ഉറുമ്പ് മണി ശേഖരിക്കുന്നത് പോലെ ഞാൻ ശേഖരിച്ചതിന്റെ ഫലമായിട്ടാണ് എനിക്ക് എൻ്റെ മകളെ 51 പവന്റെ സ്വർണവും ഒരു കാറും കൊടുത്തിട്ട്, അന്നത്തെ ഒരു വാഗണർ വണ്ടിയും കൊടുത്തിട്ടാണ് ഞാൻ അവളെ, മൂത്ത മകളെ, കല്യാണം കഴിച്ചു വിട്ടത്. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയും ഈ ഒരു വരുമാനത്തിൽ നിന്നാണ് ഞാൻ നടത്തി കൂട്ടിയത്. വേറൊരു വരുമാനവും ഞങ്ങൾക്കില്ല. ഇന്ന് ഞങ്ങൾ ജീവിക്കുന്നത് ഈ ഒരു പ്രസ്ഥാനം കൊണ്ട് തന്നെയാണ്. അപ്പൊ അതുപോലെ തന്നെ രണ്ടാമത്തെ മകളുടെ കാര്യം വന്നപ്പോഴും അങ്ങനെ തന്നെയാണ് ഞങ്ങൾ ചെയ്തത്. ഇന്നും 24 ലക്ഷം രൂപയുടെ ഒരു ചിട്ടി KSF എന്റെ പ്രസാദ് സാർ എപ്പോഴും ക്ലാസ് എടുക്കുമ്പോൾ പറയും, ഇന്നും KSFയിൽ ആ ഒരു ചിട്ടി പെർ മന്ത് ഞാൻ അടച്ചുകൊണ്ടിരിക്കുന്നത് DXNന്റെ വരും. അങ്ങനെ ഓരോ കാര്യങ്ങളും നേടാൻ എനിക്ക് സർവശക്തൻ അനുഗ്രഹം തന്നത് ഈ ഒരു പ്രസ്ഥാനത്തിലൂടെയാണ്. അപ്പം എന്നെ ഇത്രയും നേരം കേട്ടിരുന്ന, എന്റെ സമയം താമസിച്ചെന്ന് എനിക്ക് സംശയമുണ്ട്, എങ്കിലും എന്നെ ഇത്രയും നേരം, കാരണം കുറെ അനുഭവങ്ങളാണ് എനിക്ക് പറയാം. അതുപോലെ ഞാൻ കൊടുത്തിട്ട്, അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടെ പറയാനുള്ളത്, ഞാൻ പ്രോഡക്റ്റ് കൊടുത്തതിന്റെ പേര് ധാരാളം കുടുംബങ്ങൾ ഇന്ന് എന്നിലൂടെ ജീവിക്കുന്നുണ്ട്. ഒരുപാട് കുടുംബങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് അവർക്ക് ഇഷ്ടമുള്ള വരുമാനം അവർ വാങ്ങിച്ചുകൊണ്ട് അവർ എന്നോടൊപ്പം പ്രവർത്തിക്കുന്നുണ്ട്. ഇന്നും 3000 മെമ്പേഴ്സ് എന്റെ ടീമിലുണ്ട്. ആക്റ്റീവായിട്ടും ഇനാക്റ്റീവായിട്ടും ഉള്ളവരാണ്. എങ്കിൽ പോലും അവരെല്ലാം നല്ല വരുമാനത്തിലേക്ക് മാറി, അവരെല്ലാം ജീവിതമാർഗം കണ്ടെത്തി പോകുന്നവരാണ്. അതുപോലെ തന്നെ മലേഷ്യ ട്രിപ്പ് വിൻ ചെയ്ത സമയത്ത് എന്റെ ടീമിൽ നിന്ന് ആദ്യം ഞാൻ വിട്ടത് മോളി ചേച്ചിയാണ്. അതുപോലെ ഈശോ അച്ചോയനെയാണ് ഞാൻ വിട്ടത്. അവർ രണ്ടുപേരെയും വിട്ടു. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ട്രിപ്പ് വിൻ ചെയ്തപ്പോൾ ലളിത മാഡം പോയി, അതുപോലെ സലീം സാറ് പോയി, റില്ലത്ത് മാഡം പോയി, അത് ശ്രീകുമാർ സാറ് പോയി. ഇങ്ങനെ എന്റെ താഴെയുള്ളവരെ ഒക്കെ എനിക്ക് വിടാൻ സാധിച്ചു. എന്നാ ചോദിക്കുക എന്തുകൊണ്ട് ഞാൻ പോയില്ല എന്ന്. ഈ സമയങ്ങളിലൊക്കെ എന്റെ തലയിൽ മറ്റൊരു സംഭവമായിരുന്നു എന്റെ മക്കളുടെ മാരേജ്. അപ്പൊ അതായിരുന്നു എന്റെ ഏറ്റവും വലിയ എന്റെ സ്വപ്നം. അവരെ പറഞ്ഞ് അയക്കുക എന്നുള്ളതായിരുന്നു. അപ്പൊ അത് നേടാൻ എനിക്ക് അതിനുള്ള എല്ലാ ആർജവവും തന്നത് ശരിക്കും പറഞ്ഞാൽ എന്റെ DXN പ്രസ്ഥാനം തന്നെയാണ്. ഇന്നും അങ്ങനെ തന്നെയാണ്. കാരണം ജീവിതത്തിൽ ജീവിക്കുന്നു എങ്കിൽ നമ്മൾ എങ്ങനെ ജീവിക്കണം? സന്തോഷമായിട്ട് അടിച്ചു പൊളിച്ച് നമ്മൾ ജീവിക്കണം, അല്ലെ? ആ ഒരു സന്തോഷമാണ് നമുക്ക് വേണ്ടുന്നത്. എപ്പോഴും നമ്മുടെ ആവശ്യങ്ങൾക്ക് പൈസ എപ്പോഴും നമ്മുടെ കയ്യിൽ ഉണ്ടാകുന്ന ഒരു തരത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് DXN പ്രസ്ഥാനം. അപ്പൊ എന്നെ കേട്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത് ഒരിക്കൽ കൂടി ഞാൻ വീണ്ടും ആവർത്തിച്ച് ഞാൻ പറയണം, നിങ്ങൾ ഈ പ്രോഡക്റ്റ് ശരിക്കും കഴിക്കണം. കഴിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തുള്ളൂ. നമ്മുടെ കമ്പനിയുടെ വിഷൻ തന്നെ അതാണ്, യൂസ് ചെയ്യുക, യൂസ്, ഷെയർ, ബിൽഡ് എന്നുള്ളതാണ്. എങ്കിൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന ഹെൽത്ത്, വെൽത്ത്, ഹാപ്പിനെസ് കിട്ടുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് എല്ലാവരും പ്രോഡക്റ്റ് ഉപയോഗിക്കുക. ഇനി വീണ്ടും വരാൻ പോകുന്ന വൈറസിനെ ചെറുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റിന് മാത്രമേ കപ്പാസിറ്റി ഉള്ളൂ എന്നുള്ള കാര്യം കൂടെ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ എല്ലാവർക്കും ദൈവം അതിനെ അനുഗ്രഹിക്കട്ടെ, നല്ലൊരു വരുമാനം വാങ്ങുന്നവരായി മാറട്ടെ എന്ന് ഞാൻ ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ ഇത്രയും നേരം കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ ഒരു മീറ്റിംഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്.